നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM അധികാരത്തിലിരുന്ന കാലത്തെല്ലാം മദ്യവും ലഹരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുത്തരിയല്ല. ഏറ്റവും ഒടുവിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പനയിൽ അതെത്തി നിൽക്കുമ്പോൾ CPM കടുത്ത പ്രതിസന്ധിയിലാണ്. ഭരണസ്വാധീനത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥി യുവജന നേതാക്കൾ ലഹരി ഇടപാടുകളിലേക്ക് ഇറങ്ങുന്നതും നാട്ടുകാരറിയുന്നതും പാർട്ടിക്ക് വലിയ തലവേദനയാവുകയാണ്. പാർട്ടിയുടെ തലവേദന എന്നതിനപ്പുറം ഇവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അരാജകത്വത്തിന് ആര് സമാധാനം പറയും? സ്വന്തം മകന് ചോറ് വിളമ്പിക്കൊടുക്കുന്ന ഒരമ്മ മകന്റെ കയ്യിലെ കഠാരമുനയെ ഉള്ളുലയുന്ന ഭയത്തോടെ നോക്കിക്കാണേണ്ട ഗതികേടിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. അക്കാദമിക മികവിൻ്റെയും സർഗാത്മകതയുടെയും ഇടങ്ങളായി മാറേണ്ട ക്യാമ്പസുകളിൽ ഇന്ന് പൂത്തുലയുന്നത് ലഹരിയുടെ മഹാവൃക്ഷങ്ങളാണ്. ക്യാമ്പസുകളുടെ ഈ ദുരവസ്ഥയ്ക്ക് ആരെല്ലാമാണ് ഉത്തരവാദികൾ? ഇവർക്ക് സംരക്ഷണ കവചമൊരുക്കുന്നതാര്? ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നത് കടന്ന് ലഹരിപക്ഷത്തേക്ക് ചായുകയാണോ? ജന ഡിബേറ്റ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാർ, BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസ്, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് സതീഷ് വാസന്ത്, ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M ആര്യലക്ഷ്മി എന്നിവരാണ്. ഇടതുപക്ഷം ലഹരിപക്ഷമോ എന്ന ചർച്ചയിലേക്ക് പ്രേക്ഷകരെയും ക്ഷണിക്കുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ് പോകുന്നത്. ശ്രീ രാംകുമാർ സാർ, യഥാർത്ഥത്തിൽ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് അക്കാദമിക മികവിൻ്റെയും സർഗാത്മകതയുടെയും വലിയ വിളനിലങ്ങളാണ്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വലിയ വായനയിലേക്കാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങ് താമസിക്കുന്ന കൊച്ചി നഗരത്തിൽ കളമശ്ശേരിയിൽ അവിടുത്തെ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ 2 കിലോ കഞ്ചാവ് പിടികൂടുകയാണ്. ഉപഭോഗം മാത്രമല്ല, ആ ക്യാമ്പസിൽ ലഹരി വിൽപ്പന നടക്കുന്നു, കഞ്ചാവ് വിൽപ്പന നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമ്പസുകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത്? അത്യന്തം ആശങ്കാജനകമായ വാർത്തകളാണ് ക്യാമ്പസുകളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്നത്. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ മികവിൻ്റെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന ക്യാമ്പസുകൾ ഇന്ന് ലഹരി താവളമായി മാറിയിരിക്കുന്നു എന്നാണ് സമീപകാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത് 6ാം ക്ലാസ് മുതൽ ലോ കോളേജ് വരെ എത്തിയിരിക്കുന്നു എന്നാണ് സൂചനകൾ കാണുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തൊരു പ്രമുഖ നിയമവിദ്യാലയത്തിൽ LLM പഠിക്കുന്ന അഭിഭാഷകനായി എൻറോൾ ചെയ്തൊരു വ്യക്തി ലഹരി കേസിൽ പെട്ടു. അദ്ദേഹം SFIയുടെ ഭാരവാഹി കൂടിയാണ്. എന്തുമാത്രം അധപ്പതനമാണ്! അഭിഭാഷകനായി ബാർ കൗൺസിൽ അംഗീകരിച്ച് എൻറോൾ ചെയ്തൊരു വ്യക്തി ഒരു ഡ്രഗ് കേസിൽ, നിയമവിരുദ്ധമായ കേസിൽ പ്രതിയാവുക എന്ന സ്ഥിതി നമ്മുടെ നാട്ടിൽ വന്നു എന്ന് ആലോചിക്കുമ്പോൾ പ്രബുദ്ധ കേരളത്തിന് പറ്റിയ പതനത്തെപ്പറ്റി നമ്മൾ വിലപിക്കുക എന്താ ചെയ്യുക? ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. പക്ഷേ എന്ത് പ്രസക്തിയില്ലെങ്കിലും പ്രകടമായി കാണുന്നത് ഇവിടുത്തെ 2 പ്രമുഖ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ ഈ ലഹരി വിൽപ്പനയുമായി അടുത്ത ബന്ധം പുലർത്തി വരുന്നു എന്നാണ്. അവരന്യോന്യം പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. SFIക്കാർ പറഞ്ഞു KSUക്കാരാണെന്ന്, KSUക്കാർ പറഞ്ഞു SFI. പക്ഷേ ഇവിടെ ജനവും പോലീസും കാണുന്നത് 2 കൂട്ടരും ഒരുപോലെ, 2 സംഘടനകളുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഒരുപോലെ ഈ ലഹരി വ്യാപാരത്തിൽ വ്യാപൃതരായി. എന്തൊരു ദുഃഖകരമായ കാഴ്ചയാണ്! ഇവരാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി വൈസ് ചാൻസലറോടും പ്രൊഫസർമാരോടും ഭരണാധികാരിയോടും മല്ലടിക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഇവരിത് ചെയ്യുന്നത്? എന്ത് മനസാക്ഷിയിലാണ് ഇവർ ചെയ്യുന്നത്? സ്വന്തം വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളെ ലഹരി ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല, ലഹരി വിൽപ്പന നടത്തുന്നു, ലഹരി വിൽപ്പനയിലൂടെ ലാഭമുണ്ടാക്കുന്നു. അപ്പം അത്തരം സംഘടനകളെ നിയന്ത്രിക്കുമ്പോൾ
വിമർശിക്കുകയാണ്, രാഷ്ട്രീയമായ വിമർശനമാണ് എന്ന് പറഞ്ഞ് ഒഴിവാവാൻ ശ്രമിക്കുന്നു. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളെ നേതൃത്വം കൊടുക്കുന്നതിന് പകരം വഴി തെറ്റിക്കുകയല്ലേ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ സംഘടനയുടെ നേതാക്കന്മാരാണ് നാളത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാവാൻ പോകുന്നത്. അതിൻ്റെ ഒരു ചുവടുപടിയായിട്ടാണ് വിദ്യാർത്ഥി സംഘടനകളെ അവർ കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ ഭാരവാഹികൾക്ക് തിരഞ്ഞെടുപ്പിൽ സീറ്റ് വരെ കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരിക്കുന്നു. പക്ഷേ ഇവർ നേതൃത്വം കൊടുക്കുന്നത് ലഹരി വിൽപ്പനയ്ക്കാണെന്ന് അറിഞ്ഞാൽ ജനത്തിനുണ്ടാകുന്ന നിരാശ ഈ സംഘടനകൾ കണക്കിലെടുക്കുന്നില്ല. എന്തുമാത്രം മഹത്തായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ സംഘടനയുടെ വിദ്യാർത്ഥികളെ പ്രലോഭിപ്പിക്കുന്നത്. പക്ഷേ പ്രവർത്തനം വളരെ മോശമായ രീതിയിലാണ്. എൻ്റെ വിനീത അഭിപ്രായത്തിൽ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ ഈ പ്രശ്നത്തെ നേരിടുന്ന രീതിയിൽ നമുക്ക് അത് ശാശ്വതമായി പരിഹരിക്കാൻ പറ്റും. കർക്കശമായ വധശിക്ഷ വരെ നൽകുന്നൊരു രാജ്യമാണ് സിംഗപ്പൂർ. പിന്നെ അവിടെ ചെറുപ്പക്കാർ വഴി തെറ്റിപ്പോകാതിരിക്കാൻ നിർബന്ധിത പട്ടാള ട്രെയിനിങ് ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ അച്ചടക്കം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ വർഗീയമാണെന്ന് പറയും. അതെ, അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചൂരലെടുക്കാൻ, ഒരു ചെറിയ ചൂരലെടുക്കാൻ പോലും അനുവാദമില്ലാത്തവരായി നമ്മുടെ ഇവിടുത്തെ അധ്യാപക സമൂഹം മാറിയിരിക്കുകയാണ് സാർ. അത് വലിയ ദുരവസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും അത് വിദ്യാലയങ്ങളിൽ മാത്രമല്ല, വീടുകളിലെ സ്ഥിതി എന്താ? പണ്ട് സന്ധ്യാനാമവും ബൈബിൾ വായനയും മിക്ക വീടുകളിലും പതിവായിരുന്നു. ഇന്ന് അതിന് പകരം സീരിയലുകളാണ്. ഞാൻ സീരിയലുകളുടെ മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സന്ധ്യാനാമം ചെല്ലേണ്ടടുത്ത് സന്ധ്യാനാമം തന്നെ വേണം. ബൈബിൾ വായിക്കേണ്ടടുത്ത് ബൈബിൾ തന്നെ വായിക്കണം. അത് സീരിയലുകൾ അതിനെ സ്ഥാനഭ്രംശം വരുത്തുന്നത് ശരിയല്ല. അത് സാമൂഹികമായ വിപത്താണ്. അമ്മമാരും ഇതിൽ പങ്കാളികളാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. പണ്ടൊക്കെ വീടുകളിൽ സന്ധ്യ കഴിഞ്ഞാൽ ഈശ്വരനാമം നിർബന്ധമായിരുന്നു. മിക്ക ക്രിസ്ത്യൻ ഭവനങ്ങളിലും സന്ധ്യയ്ക്ക് ബൈബിൾ വായിക്കണം, പറ്റുമെങ്കിൽ എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് വായിക്കണം എന്ന് നിബന്ധന. ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. വീടുകളിൽ തന്നെ അച്ചടക്കം പാലിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് വിദ്യാലയങ്ങളിൽ. ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു ലോ കോളേജിലെ ഒരു LLM വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് വിദ്യാർത്ഥി ലഹരി ഉപയോഗിക്കുന്നത് വീഡിയോ വഴി ചുറ്റും പ്രചരിപ്പിച്ച്. എന്തൊരു ദുഃഖകരമാണ്. ഇവരാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങേയറ്റം കർക്കശമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാതെ ഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ പോലീസ് ഉണർന്ന മാതിരിയുണ്ട്. നൈജീരിയയിൽ നിന്ന് 75 കോടിയുടെ ലഹരി സാധനം കേരളത്തിലെത്തിച്ചു, മംഗലാപുരത്തെത്തിച്ചു, കേരളത്തിൻ്റെ അടുത്ത്. ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ജനങ്ങളും ഭരണാധികാരികളും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ നിയന്ത്രിക്കുന്ന സംഘടനകളും ജാഗരൂകരായില്ലെങ്കിൽ അപകടകരമായ, അത്യന്തം അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ് നാം അഭിമുഖീകരിക്കേണ്ടതെന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ സാർ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ദൃശ്യം എന്ന് പറയുന്നത് പേരൂർക്കട കേരള ലോ അക്കാഡമിയിലെ LLM വിദ്യാർത്ഥിയായ ആ LLM വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് ആനന്ദ്. ആ ആനന്ദിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇങ്ങനെയാണോ വിദ്യാർത്ഥി നേതാക്കൾ പെരുമാറേണ്ടത്, മാതൃകയാകേണ്ടത്? കളമശ്ശേരിയിലും നാം കണ്ടു. അവിടുത്തെ ആ കോളേജ് യൂണിയൻ്റെ, പോളിടെക്നിക് കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. 2 കിലോ കഞ്ചാവാണ് അവിടെ നിന്നും, ആ ക്യാമ്പസിൽ നിന്നും പിടിച്ചെടുത്തത്. തൊട്ടുപുറകെയാണ് ഇവിടെ ലോ അക്കാഡമിയിൽ ലഹരി ഉപയോഗിക്കുന്ന സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തം പുലർത്തേണ്ട നിയമമേഖലയിലുള്ള നിയമ വിദ്യാർത്ഥി, ഒപ്പം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, സംഘടനാ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായത്.
എങ്ങനെയാണ് ഇതിനെ ഇടത് രാഷ്ട്രീയ ചിന്തകൻ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ നോക്കിക്കാണുന്നത്? എനിക്കൊരു വിഷമമായിട്ടാണ് ഈ ന്യൂസ് ചാനലിൽ ഇരിക്കുന്നത്. കാര്യം നിങ്ങൾ എഴുതി കാണിക്കുന്നത് ഇടതുപക്ഷം ലഹരി വശമാണോ എന്നുള്ള ഒരു ക്യാപ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഇടതുപക്ഷമാണ് ഇപ്പം കേരളം ഭരിക്കുന്നെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ നമ്മൾ ഈ ലഹരി മാഫിയ ഇവിടെ വന്നിട്ടുള്ളത്? നിങ്ങൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അപ്പം നിങ്ങൾ എല്ലാവരെയും പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഓട്ടെ, ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. പക്ഷേ നമ്മൾ ആ കേരളത്തിലെ വിപത്ത് രാംകുമാർ സാർ പറഞ്ഞ പോലെ ആദ്യം എവിടെയെന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്? നമുക്ക് എവിടെയാണ് അടിപറ്റിയിട്ടുള്ളത്? രാംകുമാർ സാർ പറഞ്ഞ പോലെ നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ അത് നമുക്ക് അടിപറ്റിയിട്ടുണ്ട്. നികിത ഒരു കാര്യമൊന്നും പറയുന്നത് സാറ് പറഞ്ഞ പോലെ നമ്മൾ വൈകുന്നേരം നമ്മളെ സമയത്ത് നമ്മൾ സന്ധ്യാനയമോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് വീട്ടിലെ അമ്മമാരെന്തിനാണ് എളുപ്പം ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്ത് വന്നതിന് ശേഷം അവർ ടി വി വയ്ക്കുന്നത് ഇതിലേക്ക് വേണ്ടിയാണ്. ടി വി സീരിയലിനെ സാർ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാരണവശാലും അത് കുറച്ച് ആൾക്കാരെ ഒരു കലാജീവിതമാണ്, അതിനെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ നമുക്ക് അവിടെ തന്നെ തുടങ്ങിയതിന് അടിതെറ്റേന് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലേ രാഷ്ട്രീയ SFIയുടെ കാര്യം മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ CPMൻ്റെ ആൾക്കാർ അങ്ങനെ CPMൻ്റെ ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ വരുന്നത് അല്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇടതുപക്ഷം ഒരു ഭരണകക്ഷി എന്ന നിലയിൽ അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അഡ്വക്കേറ്റ് വസന്ത്. അതായത് ഒരു ഭരണകക്ഷി എന്ന നിലയിൽ വളരെ കൃത്യമായ സ്വാധീനം ഉണ്ട് ക്യാമ്പസുകളിൽ SFIക്ക്. ഈ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ 95% ഭരിക്കുന്നത് SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയനുകളാണ്. അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഈ പറയുന്നത് പോലെയുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവിടെ നിന്നുള്ള വാർത്തകൾ, റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്രൂരമായ കൃത്യങ്ങൾ ഇതെല്ലാം പുറത്തു വരുന്നത് SFI ഭരിക്കുന്ന ക്യാമ്പസുകളിൽ നിന്നാണ്. KSU ഒട്ടും മോശമല്ല. ഈ കളമശ്ശേരി ഈ കഞ്ചാവ് കേസിൽ KSUക്കാരനും KSUവിൻ്റെ ഭാരവാഹിയും പ്രതിയായിട്ടുണ്ട്. ആ സത്യം നിഷേധിക്കുന്നില്ല. അവരും യഥാർത്ഥത്തിൽ പ്രതികൾ തന്നെയാണ്. ഒരു ഭരണ കക്ഷി നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുമ്പോൾ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് ആ ഭരണത്തിൻ്റെ തണലിൽ വലിയ സംരക്ഷണ കവചം ഈ ലഹരി മാഫിയയ്ക്ക് വേണ്ടി നേടിയെടുക്കുകയാണ് SFIയുടെ നേതൃത്വത്തിൽ എന്നത് വളരെ കൃത്യമായി പറയേണ്ടി വരും. ഞാൻ ഉദാഹരണങ്ങൾ അങ്ങയുടെ മുന്നിലേക്ക് വെക്കാം. 2 ഉദാഹരണങ്ങൾ തന്നെ നോക്കൂ. ഇപ്പോൾ കളമശ്ശേരിയിൽ എന്താണ് സംഭവിച്ചത്? അതിൽ SFI ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. SFIയുടെ ഒരാൾ, അതിൽ അംഗമായിരുന്ന ഒരാൾ ഇങ്ങനെ കഞ്ചാവ് കേസിൽ അകപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എങ്ങനെ പ്രതിക്കൂട്ടിലാകുമെന്ന ചോദ്യം ഉന്നയിച്ചു. പക്ഷേ അവിടെ ഭരിക്കുന്നത് ആരാണ്? വിദ്യാർത്ഥി യൂണിയൻ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അവിടെ ചെറുചലനം പോലും അറിയാൻ കഴിയുന്ന SFIക്ക് എന്തുകൊണ്ട് അവിടെ ഈ കഞ്ചാവ് വിൽപ്പന നടക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമില്ലേ? ഇത് നിങ്ങൾ പറയുന്ന 100% കറക്റ്റാണ്. ഒരു കാരണവശാലും പേര് നീലിമ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ ഒരു പ്രസ്ഥാനങ്ങളും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരു കാരണവശാലും ഇതിന് അനുകൂലിക്കില്ല. അത് SFI ആയിരുന്നാലും KSU ആയിരുന്നാലും ABP ആയിരുന്നാലും ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരുന്നാലും യുവജന പ്രസ്ഥാനങ്ങളായാലും അനുകൂലിക്കുക. നീലിമ പറഞ്ഞ പോലെ ആ പോളിടെക്നിക്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വെളിയിൽ പുറത്താക്കിയിട്ടുണ്ട്, ഒരു സംശയവും. നിങ്ങൾ ഇനി ആര് പറഞ്ഞാലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സാറ് പറഞ്ഞ പോലെ നാളെ അത് യുവജനങ്ങളായി പാർട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ പ്രിന്റു മഹാദേവ് ഈ വിദ്യാർത്ഥിയെയൊക്കെ പുറത്താക്കപ്പെടുന്ന ഘട്ടം എപ്പോഴാണ്? ഇന്നലെ അല്ലെങ്കിൽ ഈ അവിടെ റെയ്ഡ് നടക്കുന്ന ഒരു ദിവസം മാത്രമല്ലല്ലോ അവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നത്. പോലീസ് അവിടെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ കാണുന്നത് അവിടെ കിലോ കണക്കിന് കഞ്ചാവ് അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് യൂണിയൻ റൂമിൽ, SFIയുടെ യൂണിയൻ റൂമിൽ. അങ്ങനെ അതുപോലെ ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അവിടെ അളവുകൾ തൂക്കിക്കൊടുക്കാനുള്ള ത്രാസുണ്ട്, കവറുകളുണ്ട്, പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇത് ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇത് വലിയ ലഹരി മാഫിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമായി SFI ക്യാമ്പസുകളിൽ വളരുകയും ഇത് പിടിക്കപ്പെടുമ്പോൾ നാട്ടുകാർക്ക് മുന്നിൽ അറിയുമ്പോൾ മാത്രം അവരെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു മുഖം രക്ഷിക്കൽ നടപടി മാത്രമല്ലേ SFI അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്?
തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ച പോലെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഈ പതിറ്റാണ്ടുകളുടെ ലഹരിയുടെ സേവന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് SFI. ആ പ്രസ്ഥാനത്തിന്റെ ബീജാഭാവം തന്നെ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന പദ്ധതി തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു യുവത്വത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചോദിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ സാധിക്കും, ഈ കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ലഹരി മാഫിയയുടെ അടിമപ്പെടുത്താനും അല്ലെങ്കിൽ ലഹരിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടന എന്നുള്ളത് SFI തന്നെയാണ്. SFI ശക്തമായ സ്വാധീനമുള്ള ക്യാമ്പസുകളൊക്കെ തന്നെയാണ് ഈ ലഹരി മാഫിയയുടെ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മഹാരാജാസ് കോളേജ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ, കണ്ണൂർ ലോ കോളേജ് ആയിക്കോട്ടെ, തൃശ്ശൂർ ലോ കോളേജ് ആയിക്കോട്ടെ, നമ്മുടെ കേരളവർമ്മ കോളേജ് ആയിക്കോട്ടെ. ഈ കേരളവർമ്മ കോളേജിനകത്ത് ഈ കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയ പാരമ്പര്യമുള്ളവരാണ് SFIക്കാർ. അപ്പൊ അതുകൊണ്ട് ഈ SFIയുടെ പ്രവർത്തന പാരമ്പര്യമോ അല്ലെങ്കിൽ അവർ സാമൂഹിക നന്മയ്ക്കാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഈ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കൾച്ചറൽ മാർക്സിസത്തിന്റെ ഇടപെടൽ ക്യാമ്പസിനകത്ത് SFI നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അരാജകത്വത്തിൻ്റെതാണ്. കാരണം ഇവരുടെ ഐക്കൺ ആരാണ്? ഇവർ ഐക്കണായി നിൽക്കുന്നത് നോക്കൂ, ഈ കഞ്ചാവ് ബീഡി ചുണ്ടിൽ വെച്ച് നിൽക്കുന്ന SFIയുടെ ആളുകൾ സ്വീകരിക്കുന്ന, അവരുടെ ഹൃദയപക്ഷമായിട്ട് അവർ സ്വീകരിക്കുന്ന പുരുഷ ചെഗുവേരയാണ്. അപ്പൊ ചെഗുവേരയുടെ ഈ കഞ്ചാവ് വീടി ചുണ്ടിൽ വെച്ച് നിൽക്കുന്നവൻ പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പ്രത്യയശാസ്ത്രപരമായിട്ട് സമൂഹത്തെ, യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുക എന്നുള്ളതിനെയാണ് SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അവരുടെ ഉത്ഭവം മുതൽ അവർ ഇന്നലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് SFI എന്ന് പറയുന്നത് ഹൃദയപക്ഷമാണെന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായമില്ല. നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുള്ള ലഹരി കടത്തിന്റെയോ ഈ കഞ്ചാവ് മാഫിയുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞങ്ങൾ കേവലം ഒരു ആധികാരികമായിട്ടൊരു ചർച്ചയ്ക്ക് പറയുകയല്ല. കേരളത്തിൽ SFIയുടെ സംസ്ഥാന സമിതി അംഗം മുതൽ ഇപ്പോഴത്തെ, ഞാൻ ആധികാരികമായി പറയുന്നു, ഇപ്പോഴത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴക്കാരൻ ശിവപ്രസാദ് അടക്കം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അത് ഉറച്ചു ഞങ്ങൾ പറയുകയാണ്. അതിലൊരു മടിയും കണ്ട. കാരണം ഈ പ്രസ്ഥാനം അങ്ങനെയാണ്. കാരണം കേരളത്തിലെ റാഗിംഗ് കേസുകളായിക്കോട്ടെ, അക്രമത്തിന്റെ കേസുകളായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, അരാജകത്വമായിക്കോട്ടെ, കാരണം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നോക്കി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദ്ഭവം, അതായത് മാക്സും എംഗൽസും തന്നെ ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ പറയുന്നു ഞങ്ങൾ ലഹരിക്കെതിരെ പോരാടും എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദന് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഇവരൊരു കാലഘട്ടത്തിൽ ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ബീഡി ഉണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കാൻ എന്നായിരുന്നു. ഒരു പ്രസ്ഥാനം ചോദിക്കുക, ബീഡി ഉണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കാൻ. ഇപ്പൊ നേരത്തെ SFIക്കാർ ചോദിക്കുകയാണ്, MDM ഉണ്ടോ സഖാവെ ഗുൽമോഹർ പൂക്കൾ പോയിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. ഗുൽമോഹർ ഇടങ്ങളിൽ പോയിരിക്കാം, MDM നമുക്ക് അടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിന്റെ പ്രശ്നമാണ്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിലല്ല. സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നോക്കൂ. ഇപ്പൊ കേരളത്തിൽ ഈ സിനിമാ മേഖല, മലയാള സിനിമാ മേഖല ഈ അരാജകത്വത്തിലേക്കും കഞ്ചാവ് മാഫിയയിലേക്കും പോയത് എവിടെയാണ്? ഇപ്പൊ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പൊ നോക്കി, മട്ടാഞ്ചേരി മാഫിയ നയിക്കുന്ന ആളുകളുടെ പൂർവ്വകാല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞ് ഇവർക്ക് SFIക്കാരായിരുന്നു. ഇപ്പൊ ആഷിഖ് അബ് ആയിക്കോട്ടെ, ദിലീഷ് പോത്തൻ ആയിക്കോട്ടെ, ഈ നമ്മുടെ ശ്രീനാഥ് ബാസി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇടതുപക്ഷ SFIയുടെ യൂണിയന്റെ ഒക്കെ ഭാരവാഹികളായിരുന്നു. ഇപ്പൊ കളമശ്ശേരി കോളേജിലായിരുന്നു നമ്മുടെ രാജീവ് പഠിച്ചിരുന്നത്, മഹാരാജാസ് കോളേജിലായിരുന്നു നമ്മുടെ തോമസ് ഐസക് പഠിച്ചിരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുകയാണ് ഇവർ. ഇത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ ഇവര് വാചക കസർത്ത് നടത്തുകയാണ്. അപ്പൊ അതിനകത്തൊന്നും കാര്യമില്ല. കാരണം പുകയ്ക്കുക, പൂസാവുക, പൂക്കാസയാവുക, ഇതാണ് ഇവരുടെ ഒരു പോളിസി. അപ്പൊ അതുകൊണ്ട് ഇത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ സർക്കാരിനെ ഇപ്പോൾ കാണുന്ന, ഇപ്പൊ ഈ കേരളത്തിൽ ഇത്ര വിവാദമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ ജാഗ്രത സർക്കാർ 2 വർഷം മുമ്പ് തന്നെ കാണിക്കേണ്ടതായിരുന്നില്ലേ? കഴിഞ്ഞ 3 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള താക്കീതുകൾ നൽകുന്നുണ്ട്. 2021 മുതലാണ് കേരളത്തിലെ അബ്കാരി കേസുകളായിക്കോട്ടെ, ലഹരി കേസുകളുടെ എണ്ണം കൂടുന്നത്. ഓരോ വർഷവും കേന്ദ്ര സർക്കാർ താക്കീത് കൊടുക്കുന്ന സമയത്ത് അതിനനുസൃതമായിക്കൊണ്ട് ഇവരെ വളർത്താനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. 2022 ആദരണീയനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അരമണിക്കൂറാണ് ലഹരിക്കെതിരെ പ്രസംഗിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ ആവർത്തിച്ചില്ലായിരുന്നു. ഈ ഫർസാനയോ ഖദീജയോ നബീസോ ഒന്നും ഈ മക്കളുടെയോ ഒന്നും ലഹരി മാഫിയയുടെ അടികൊണ്ട് മക്കളുടെ കൊലപാതകത്തിൽ ഇരയാവില്ലായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ പോളിസി തന്നെ മദ്യത്തെയും മയക്കുമരുന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇപ്പൊ നമ്മളെ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പൊ മുതിർന്ന സഖാക്കളാണെങ്കിൽ അവർക്ക് മദ്യമാണ്,
അത് കഴിഞ്ഞ് ഇടത്തരമോ ഡിവൈഫൈക്കാരനാണെങ്കിൽ കഞ്ചാവാണ്, SFIക്കാരനാണ് MDMA ആണ്, ഇത് പുകച്ച് പൂസാവുകയാണ് പൂക്കാസക്കാരൻ. ഇതാണ് ഒരു പോളിസി. അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാനമാണ് ഈ കേരളത്തെ ബാധിച്ച വലിയ ജീർണതയ്ക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഇപ്പോൾ പോലീസ് ഒരു 2 ആഴ്ച കാണിക്കേണ്ട ജാഗ്രത, അപ്പൊ അതിനർത്ഥം നോക്കൂ, ഈ ജാഗ്രത മുന്നേ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതെ ശ്രീ പ്രിന്റു, ഈ 20 ദിവസം കൊണ്ട് പിടിച്ചത് 5000-ലേറെ പേരെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കൃത്യമായി ഈ 2022 നിയമസഭയിലാണല്ലോ ഈ വിഷയം ചർച്ച ചെയ്തത്, മുഖ്യമന്ത്രി സംസാരിച്ചത്. ജനഡിബേറ്റ് ഇപ്പോൾ പോകുന്നത് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M ആര്യലക്ഷ്മിയിലേക്കാണ്. ആര്യലക്ഷ്മി സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയാണ്. ആര്യ, എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഈ പ്രശ്നങ്ങളെ കാണുന്നത്? അനുഭവങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഈ ക്യാമ്പസിൽ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ പെരുമാറുന്നത്? ഒപ്പം ഈ ലഹരി എന്ന മഹാവിപത്ത് എങ്ങനെയാണ് ക്യാമ്പസുകളെ ബാധിച്ചിരിക്കുന്നത്? 2024 ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത 89,913 കേസിൽ 27,701 കേസുകൾ കേരളത്തിലാണ് എന്നുള്ളത്, രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് തന്നെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തെ എങ്ങനെയാണ് ലഹരി മാഫിയ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ക്യാമ്പസുകളിൽ പോകുന്ന സമയത്ത് പലപ്പോഴും പലതരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ, SFIയുടെ ആകട്ടെ KSUവിന്റെ ആകട്ടെ, വിദ്യാർത്ഥി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഹരിയുടെ ഉപയോഗം ഏത് തരത്തിലുണ്ട് എന്ന് നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു ആള് കൂടിയാണ് ഞാൻ എന്നുള്ളത്. ഞാൻ മുൻപ് പഠിച്ചിരുന്ന ക്യാമ്പസിൽ ഇതിന്റെ പേരിൽ മദ്യപിച്ചെത്തി എന്നുള്ളതിന്റെ പേരിൽ SFIയുടെ ഒരു നേതാവിനെ പുറത്താക്കിയ, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ സന്ദർഭങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പൊ ഈ ഒരു സമയത്താണ് ഇത് കുറച്ചും കൂടി പുറത്തു വരുന്നതും എന്നുള്ളതാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. നമുക്കറിയാം, ഇപ്പൊ കളമശ്ശേരി പോളിടെക്നിക്കൽ ആയാലും ഇപ്പൊ നേരത്തെ രാംകുമാർ സാർ സൂചിപ്പിച്ചു, LMM വിദ്യാർത്ഥി, അതായത് SFIയുടെ പേരൂർക്കട ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള അഡ്വക്കേറ്റ് ആനന്ദ് ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് വലിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. കൂടാണ്ട് കളമശ്ശേരി പോളിടെക്നിക്കിൽ അറസ്റ്റിലായിട്ടുള്ള അല്ലെങ്കിൽ കേസെടുക്കപ്പെട്ടിട്ടുള്ള, ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് കേസെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളിൽ KSU പ്രവർത്തകരെയും നമുക്ക് കാണാം. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിനുകളും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട്, മറ്റൊരു ഭാഗത്ത് ഇതിനെതിരെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്ത് അതേസമയം തന്നെ ലഹരിയുടെ വാഹകരായിട്ടോ മാറുകയാണ് SFIയും KSUയും എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരേ നാണയത്തിന്റെ 2 വശങ്ങളായിട്ട് ഈ 2 വിദ്യാർത്ഥി സംഘടനകളും മാറുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അതുകൂടാണ്ട് തന്നെ SFIയുടെ മറ്റു വിദ്യാർത്ഥി പ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം മുൻപ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായിരുന്നവരെ ക്യാമ്പസിൽ മദ്യപിച്ച് ഡാൻസ് ചെയ്തതിന്റെ പേരിൽ പുറത്താക്കിയ സംഭവം നമുക്കറിയാം. അതുകൂടാതെ തന്നെ കാലടിയുടെ തിരുവനന്തപുരം സെന്ററിൽ അന്നത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന അഖിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ 100 കിലോ കഞ്ചാവുമായിട്ട് 1 വർഷം മുമ്പ് പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ലഹരിയുടെ നിത്യവാഹകരായിട്ട് 100 കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ കളമശ്ശേരിയിലാകെ കണ്ടെടുത്തതിനെക്കാട്ടിലൊക്കെ എത്രയോ വലുതാണ്. അപ്പോൾ നമ്മൾ ഇത് വളരെ സീരിയസ് ആയി അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ? തീർച്ചയായും അതെ. ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളും ഭരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന പേരിൽ SFI വളരെയധികം ക്യാമ്പയിനുകൾ നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിൽ തന്നെയാണ് ഇതുപോലെ ലഹരിയുടെ വാഹകരായിട്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും ആര്യയിലേക്ക് എത്താം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസിലേക്ക് കൂടി പോകുകയാണ്. ശ്രീ MK ഹരിദാസ്, നമ്മുടെ മുന്നിൽ ഒരു എക്സൈസ് കമ്മീഷണറുടെ ചിത്രമുണ്ട്. ഋഷിരാജ് സിംഗിന്റെ ചിത്രമാണ്. 2016 മുതൽ 19 മുതൽ എക്സൈസ് കമ്മീഷണറായിരുന്ന സമയത്ത് അദ്ദേഹം പിടിച്ചെടുത്തത്, 1 വർഷം പിടിച്ചെടുത്തത് 3000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. അന്ന് മയക്കുമരുന്ന് കേരളത്തിൽ ഇതുപോലെ വ്യാപകമായ ഒരവസ്ഥയായിരുന്നില്ല എന്നതുകൂടി ഓർക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രയോ 10 മടങ്ങാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഋഷിരാജ് സിംഗ് ഈ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദിവസം അപ്പോൾ 1 കോടി രൂപയുടെ ഈ മയക്കുമരുന്ന്
പിടികൂടാൻ ഇവിടുത്തെ എക്സൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ എക്സൈസ് വകുപ്പിനെ അതുപോലെ പോലീസിനെ ഒക്കെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവർ. ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ പേരിലാണോ ഇത്തരം ഒരു ഈ പോലീസിനും എക്സൈസിനും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു വിമുഖത വന്നു ചേരുന്നത്? ഇപ്പോൾ നാടിന് തന്നെ വലിയ ബുദ്ധിമുട്ടായി, രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് വലിയ ലഹരി പിടുത്തങ്ങൾ ഉണ്ടാവുകയാണ്. 5000 പേരിലധികം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലാതാകുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇവിടെ? രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇച്ഛാശക്തിയുടെ കുറവൊന്നും ഇവിടെ ഇല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായ ഇച്ഛാശക്തി ഉണ്ട്. പക്ഷെ കേരളം കഴിഞ്ഞ 100 മാസം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ 9 വർഷങ്ങൾക്ക് ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, 1-2 മാസം ബാക്കി നിൽക്കെ കേരളം ലഹരി വിൽപ്പനയുടെ ഹബ്ബായി മാറിയത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബാധ്യസ്ഥരാണ്. അവിടെ നിങ്ങളുടെ അന്നത്തെ ക്യാപ്ഷൻ കണ്ടിട്ട് ശ്രീ സതീഷ് എന്ന് പറയുന്ന വ്യക്തി അതിലല്പം അദ്ദേഹം അസ്വാരസ്യം പ്രകടിപ്പിച്ചതിന് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്, അവരുടെ പിടിപ്പുകേട് തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ മാസപ്പടിയോ കൃത്യമായ വിൽപ്പനയുടെ ഷെയറോ ഇത് എല്ലാ തലത്തിലും ഇത് എത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എനിക്ക് പരിചയമുള്ള ഒരു എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 50,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളം വഴി വിറ്റ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ സംഭരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 50,000 കോടി രൂപയുടെ ഒരു വ്യവസായം തന്നെ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പനയിലൂടെ രൂപം കൊടുത്തിട്ടുള്ളവർ നിസ്സാരക്കാരായിരിക്കില്ല. അത് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ 1 കിലോ 900 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത പോളിടെക്നിക്കിലെ പയ്യന്മാരൊന്നും അല്ല ഇതിന്റെ പുറകിലുള്ളത്. ഇത് കൃത്യമായിട്ട് പോളിടെക്നിക് വഴി വിതരണം ചെയ്യപ്പെടേണ്ട ഒരു വസ്തു. റേഷൻ കടകൾക്ക് ഈ അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും വിതരണം ചെയ്യുന്നത് പോലെ ഓരോ നമ്മൾ പറയില്ലേ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു കൊടുത്തതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ SFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ CPM-ന്റെ യുവജന സംഘടനകൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ അല്പം ഹാസ്യം കലർത്തി പറയുകയാണെങ്കിൽ, അവർ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുമ്പോൾ ഈ ശ്രീ പ്രിന്റു മഹാദേവനും അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച വനിതാ നേതാവൊക്കെ ഏറെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു പ്രഹസനമാണ് എന്ന് പറഞ്ഞ്. പക്ഷെ ആ പൊതി മാറാതെ കഞ്ചാവിന്റെ പൊതി ആശുപത്രിയിലും കൊടുക്കുക, ചോറിന്റെ പൊതി ആവശ്യക്കാർക്ക് കഞ്ചാവ് വേണ്ടവർക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താതെ അവർ കൃത്യമായിട്ട് ചോറും പൊതി തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവർ ആ കാര്യത്തിൽ വളരെയധികം ജാഗരൂകരായിരുന്നു എന്ന് വേണം ഹാസ്യാത്മകമായിട്ട് ഈ വിഷയത്തെ കാണാൻ. നോക്കൂ, നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും ഇത് പിടിച്ചടക്കാനും കേരളം പഴയ ഒരു 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്നത് പോലെ ആക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. അതിന് ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഇതേ കളമശ്ശേരി പോളിടെക്നിക്കലിലെ ഒരു 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അവിടെ അമൃതരംഗൻ എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ അവിടെ SFI യൂണിയന്റെ നേതാവും അതുമാതിരി തന്നെ KSUവിന്റെ നേതാക്കളും തമ്മിലുള്ള അടിയിൽ നിന്ന് SFIയുടെ നേതാക്കളെ അവിടെ നിന്ന് ഒരു മറ്റേ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നു. ഈ സംഭവം എല്ലാവർക്കും അറിവുള്ളതാണ്, എന്നിരുന്നാലും ഇതിവിടെ പറയാതിരിക്കാൻ തരമില്ല. അപ്പോ അമൃതരംഗൻ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ മാറ്റി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫോൺ വരികയാണ്. ആരെ? ഈ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ ഫോൺ വരികയാണ്. നിങ്ങളിങ്ങനെ ഞങ്ങളുടെ വിദ്യാർത്ഥി നേതാക്കളെ പിടിച്ചു കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം വളരെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. നോക്കൂ, ഞാൻ അവരുടെ സുരക്ഷിതത്വം ആലോചിച്ചിട്ടാണ്, കാരണം കത്തിയും കടാരിയും വടിവാളും പിടിച്ചിട്ടാണ് അവിടെ ഇരുവിഭാഗം നിന്നേർന്നത്. അപ്പൊ അതിൽ SFIക്കാരെ ഞാൻ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരെ തുറന്നു വിടും. എടുത്ത വഴിക്ക് ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന നേതാവ് ചോദിച്ചത് എന്താണെന്നറിയോ? ഇന്ന് യൂട്യൂബ് തപ്പിയാൽ കാണും. SFIയുടെ ആൾക്കാരെയൊക്കെ, SFIയുടെ നേതാക്കളുടെ DYFI നേതാക്കളെയൊക്കെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനൊരു അലിഖിത നിയമമുണ്ടെന്നും അത് മുകളിൽ ബന്ധപ്പെടണമെന്നുമുള്ള കാര്യം താങ്കൾക്ക് അറിയില്ലേ എന്നുള്ള ചോദ്യത്തിന് മറ്റേ അമൃതരംഗൻ എന്ന് പറയുന്ന ഓഫീസർ പിന്നീട് സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപിയെ പോലെ തന്നെയാണ് സംസാരിച്ചത്. എനിക്കൊരാളുടെ ഔദാര്യവും വേണ്ട, താങ്കൾ എടുക്കാവുന്ന നടപടികൾ എടുത്തോളൂ. ആദ്യം സാറേ എന്നും താങ്കൾ എന്നുമുള്ള വിളിയൊക്കെ പിന്നീട് മാറേണ്ട അവസ്ഥ വന്നു. അപ്പൊ അലിഖിത നിയമം സർക്കാർ
സംരക്ഷണയിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന നേതാക്കളെയും എടുക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് ഇതേ കളമശ്ശേരിയിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയായിട്ട് അവരെ പിടിക്കാൻ പോകുന്ന പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എങ്ങനെയാണ് പിടിച്ച് കേസ് ചാർജ് ചെയ്യുക? 5 കിലോ കഞ്ചാവ് പിടിച്ച അത് 1,900 ആക്കിയിട്ട് മാറ്റിയിട്ട് FIR ഗതികേടിലേക്ക് ഇവിടുത്തെ പോലീസുകാരും SIയും അല്ലെങ്കിൽ എക്സൈസുകാരും എത്തുന്നതിന്റെ കാരണം എന്താ? അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പ്രതിഭ എന്ന് പറയുന്ന MLAയുടെ മകൻ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ കയ്യോടെ പിടികൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പൊ കിടക്കുന്നത് എവിടെയാ? കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ ആണ്. അദ്ദേഹത്തിന് റിട്ടയർ ആവാൻ കേവലം 2 മാസമോ 3 മാസമോ മറ്റാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തിന്റെ നിയമപ്രകാരമുള്ള, അതായത് കൃത്യമായ സർവീസിന്റെ നിയമപ്രകാരമുള്ള ട്രാൻസ്ഫർ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും അരിഭക്ഷണം കഴിക്കുന്ന നമുക്കറിയില്ലേ? അത് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പാർട്ടി നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പ്രതിഭയുടെ മകനെ പിടിച്ചിട്ടുള്ളത്. പ്രതിഭയുടെ മകൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ശിക്ഷിക്കപ്പെടണമെന്നും ഒരു പ്രതിഭയുടെ മക്കളും ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടാതെ ഇത്തരം കേസിൽ കുടുങ്ങിയിട്ട് അവരുടെ ഭാവി ജീവിതം നശിപ്പിക്കണമെന്നും നമുക്കൊന്നും ആഗ്രഹമില്ല. പക്ഷെ അത്തരത്തിൽ പിടിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ ഗതികേടും ഇവിടെ കളമശ്ശേരിയിൽ ഒരു തമ്മിൽ തല്ല് ഒഴിവാക്കാൻ വേണ്ടി ഒരു സബ് ഇൻസ്പെക്ടർ ഇടപെട്ടപ്പോ ഉണ്ടായ സംഭവവും ഇതിൽ നമ്മൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥി നേതാക്കളെ നിങ്ങൾക്ക് പിടിക്കാം, പക്ഷെ അവർ ഭരണകക്ഷിയിൽപ്പെട്ടവരാണെങ്കിൽ അവരെ പിടിക്കുമ്പോൾ നിങ്ങളൊരു അലിഖിത നിയമമുണ്ട്. അവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുത്തുകൊണ്ടായിരിക്കണം പിടിക്കേണ്ടത്. അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാൻ കഴിയണം. ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ ഒരു പിഴത്തുക അടച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാവുന്ന വകുപ്പുകൾ ചുമത്താൻ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഈ ദുരുപയോഗം, ഈ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിന് ഒരു കുറവും വരില്ല. 6.25 ലക്ഷം മദ്യമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നത്. പ്രതിദിനം 6.25 ലക്ഷം ലിറ്റർ. അതിന് 54,000 കോടി രൂപയാണ് ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും ഈ സർക്കാരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഞങ്ങൾ മദ്യനിരോധനമല്ല മദ്യവർജനം കൊണ്ടുവരും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ ഇത്തരത്തിൽ മദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ലഹരി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് എന്ന കാര്യത്തിൽ എന്താണ് ഇത്ര സംശയമുള്ളത്? മദ്യവും ലഹരി മദ്യലഹരിയല്ലേ? ആ ലഹരി എത്തിക്കാൻ സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി. ഇപ്പൊ എന്താ പുതിയ നിയമപ്രകാരം ക്യൂവിലെ അവസാനത്തെ വ്യക്തിക്ക് രാത്രി 12 മണിയായാലും അത് കൊടുത്തിട്ട് ബീവറേജസ് കോർപ്പറേഷൻ അടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു സർക്കാർ നിലനിൽക്കുന്നിടത്ത് ആ സർക്കാരിന്റെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനകളായാലും യുവജന സംഘടനകളായാലും ലഹരി വിൽപ്പനയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവർ ലാഭം കൊയ്യുന്നുവെങ്കിൽ ആ ലാഭം ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദവും ഇവിടുത്തെ രാഷ്ട്രീയ വൃന്ദവും കൃത്യമായ പങ്ക് പറ്റുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇവിടെ ഒരു ഏകോപനമില്ല എന്നുള്ളത് വളരെയധികം സത്യമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റും മോട്ടോർ വാഹന വകുപ്പും പോലീസും കൈകോർത്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണവും കൃത്യമായ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ പരിശോധനകളും നടത്തിയിരുന്നുവെങ്കിൽ കേരളം ഇന്ന് ലഹരി മാഫിയയുടെ ഹബ്ബ് ആകുമായിരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് രാംകുമാർ സാറ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയ ആ ഭാഗത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ 2011 മടിച്ചൻ കേസുമായി ബന്ധപ്പെട്ട് കല്ലുവാതുക്കൽ മദ്യദുരന്തവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അതിങ്ങനെയാണ്: മടിച്ചനെ പോലുള്ള ഒരാൾക്ക് വ്യാജമദ്യത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചത് അന്നത്തെ ഭരണ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ പിൻബലം കൊണ്ടാണ്. 2011 സുപ്രീം കോടതി മടിച്ചൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ആ ജീവപര്യന്തം ശിക്ഷ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞ സുപ്രീം കോടതിയിലെ 59ാമത്തെ ഖണ്ഡികയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആ 2011 നിന്നും 2025 എത്തുമ്പോൾ ഈ സ്ഥിതിഗതികൾ ഒന്നുകൂടി വഷളാവുകയല്ലേ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഒരു കാര്യം തീർച്ചയാണ്, പല ക്രിമിനൽ കുറ്റവാളികൾക്കും രാഷ്ട്രീയമായ സംരക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുതയാണ്. അത് നമ്മൾ രാഷ്ട്രീയം കലർത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരു സാമൂഹ്യ പ്രശ്നമായി കാണണം എന്നാണ് എൻ്റെ വിനീത അഭിപ്രായം. സമീപകാലത്ത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം അറിയപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനംമാറ്റം
വളരെ സ്വാഗതാർഹമായി വായിച്ചവർക്കൊക്കെ തോന്നി. മുമ്പ് അദ്ദേഹം സിമി നേതാവായിരുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിശ്വസിക്കുന്ന സംഘടനയിൽ പ്രവർത്തിച്ച ആൾ പിന്നീട് ഇടതുപക്ഷത്തേക്ക് മാറി. കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. മതപഠനത്തിന് പോകുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന കാഴ്ച കേരളത്തിൽ കാണുന്നു. നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ വിവിധ മേഖലയിൽ, സ്വർണ്ണക്കടത്ത്, ലഹരിക്കടത്ത് തുടങ്ങിയ വിവിധ മേഖലകളിൽ ആ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പോകുന്നു എന്ന ദുഃഖകരമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വാസ്തവത്തിൽ ഒരു സ്വയം വിമർശനം അദ്ദേഹം നടത്തുകയാണ് ചെയ്തത്. ആ സ്വയം വിമർശനം വളരെ സ്വാഗതാർഹമാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ SFIക്കാർ ചെയ്യും പോലെ ഞങ്ങൾ കുറ്റക്കാരല്ല, KSUക്കാരാണ് എന്ന് പറയുന്നതിന് പകരം ഇന്നിപ്പോൾ അല്പം മാറ്റം വന്നിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരുത്തും, അല്ലെങ്കിൽ കുറ്റക്കാരെ പുറത്താക്കും. ഏതായാലും ഈ രാഷ്ട്രീയ നേതാവിന് വന്ന മനംമാറ്റം വളരെ സൂചനാർഹമാണ്. അദ്ദേഹം പറഞ്ഞു, മതപഠനവും സൽഗുണവും പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അത് വളരെ സൂചനാർഹമായ കാര്യമാണ്. മതപഠനം കൊണ്ട് അവർക്ക് മനഃപരിവർത്തനം വന്നിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ്. ഏറ്റവും അങ്ങേയറ്റത്തെ സന്തോഷകരമായൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു സ്വയം വിമർശനം നടത്താൻ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേതാവ് മുന്നോട്ട് വന്നു കേരളത്തിൽ എന്നത് അങ്ങേയറ്റം സ്തുത്യർഹമായൊരു കാര്യമാണ്. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിക്ക ക്രിമിനൽ കുറ്റവാളികൾക്കും രാഷ്ട്രീയ സ്വാധീനം ലഭിക്കുന്നുണ്ട്. അത് ഗുണ്ടകളായാലും ശരി, കൊലപാതക കേസാണെങ്കിലും ശരി, ലഹരി കേസാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ്. വിദ്യാർത്ഥി സംഘടനയും രാഷ്ട്രീയം നോക്കിയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കരുത്, മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഒരു പക്ഷേ ആ ആഹ്വാനം കൊണ്ടായിരിക്കാം 5000 ചെല്ലാനും, നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ 5000 ചെല്ലാനും കേസുകൾ ഈ ഒരൊറ്റ ആഴ്ചയായിട്ട് കഴിഞ്ഞ് ഇതൊന്ന് പിടിച്ചിട്ടുണ്ടായി. പക്ഷേ നിയമത്തിന് പരിധിയുണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ ഡ്രഗ് സംബന്ധമായ കേസുകളിൽ കർക്കശമായ നടപടിക്രമങ്ങൾ പാലിക്കണം, കൃത്യമായ തെളിവുകൾ ഹാജരാക്കണം. സമീപകാലത്ത് എറണാകുളം സെഷൻസ് കോടതി വളരെ ദുഃഖകരമായ പരാമർശത്തോടു കൂടിയാണ് ഒരു വിദേശ പൗരനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അദ്ദേഹം പാകിസ്ഥാനി പൗരനാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രോസിക്യൂട്ട് ചെയ്തത്. തെളിവിൻ്റെ അഭാവത്തിലും നടപടിക്രമങ്ങളുടെ പിശക് കൊണ്ടും വിടുക അല്ലാതെ മറ്റ് മാർഗമില്ല എന്ന ദുഃഖത്തോടു കൂടിയാണ് ജഡ്ജി പറഞ്ഞത്. ഇത് മിക്ക കേസുകളിലും സംഭവിക്കുന്നു. കാരണം കർക്കശമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ശ്രദ്ധ പോരായോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടോ പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് വളരെ അളവ് കൂടുതലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട കേസുകളിൽ പോലും പലപ്പോഴും കുറ്റക്കാരല്ല എന്ന് കാണാൻ കോടതികൾ നിർബന്ധിതരായി. ഇത് മാറിയേ പറ്റൂ. കാരണം അന്വേഷണ ഏജൻസിയുടെ പാളിച്ചകൾ കൊണ്ടാണ് ഇത് കാര്യമായി സംഭവിക്കുന്നത്. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും ഭീമമായ രീതിയിൽ ഒരു വ്യാജമദ്യത്തിൻ്റെ നിർമ്മാണവും സമ്പത്തും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അദൃശ്യ ശക്തികളുണ്ടെന്നുള്ളത് വ്യക്തമാണ് എന്ന പരാമർശം 100% ശരിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്ഥിതിവിശേഷം കേരളത്തിൽ ഇന്നും തുടരുകയാണ്. അത് മാറിയേ മതിയാവും. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരെ നിയന്ത്രിക്കാൻ ആദ്യം പരിശ്രമിക്കണം. അവരോട് പറയണം, ഇത്തരം സാമൂഹ്യ വിരുദ്ധ ക്രിമിനൽ കുറ്റങ്ങളിൽ നമ്മുടെ സഖാക്കൾ പങ്കാളികളാകുന്നത് നിങ്ങൾ തടയണം എന്നൊരു ആഹ്വാനം പാർട്ടിക്കാർക്ക് അദ്ദേഹം കൊടുക്കേണ്ട സമയമായിരിക്കും. ഇത് ചെയ്താലേ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾക്ക് ഈ
ഭീകരമായ സാമൂഹ്യ വിരുദ്ധമായ കേസുകളിൽ യഥാർത്ഥ കുറ്റക്കാരെ ശിക്ഷിക്കുകയും മറ്റ് കുറ്റവാളികൾക്ക് ഒരു മാതൃകയാകാനും സാധ്യതയുണ്ടാവുകയുള്ളൂ. ശരി, ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് സതീഷ്, രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതിയിലെ ഒരു കേസ്, അതിൽ കുറ്റവാളിയാണ് എന്നറിഞ്ഞിട്ടും കോടതിക്ക് അയാളെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അദ്ദേഹം വിശദീകരിച്ചത്. നോക്കൂ, ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടുത്തെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷിനെ MDMAയുമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് MDMA ആണ് പിടിച്ചിട്ടുള്ളത്. കൃത്യമായ ശരീര പരിശോധന വേണം. ഈ ഡ്രഗിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കോടതിയിൽ ഇക്കാര്യങ്ങൾ എത്തുമ്പോൾ വളരെ കൃത്യമായ ആധികാരികമായ തെളിവുകൾ ഉണ്ടാവുകയും ഈ പ്രതി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത്? MDMAയുമായി വിഘ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ലഹരിയുടെ കണ്ണികൾ അറുത്തു മാറ്റാൻ സത്യസന്ധരായ പോലീസുകാർ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ, എക്സൈസ് ഉദ്യോഗസ്ഥരും ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ, ആ ലഹരിയെ കൂട്ടിച്ചേർക്കുന്ന, ആ കണ്ണികളെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഉപാധിയായി ഇവിടുത്തെ CPM മാറുകയാണ്. CPMന്റെ ഉന്നത നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് വിഘ്നേഷിന്റെ കാര്യത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ അവിടെ പാലിക്കാതെ പോയതെന്ന വിമർശനവും ശക്തമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷം ലഹരിപക്ഷമോ എന്ന എൻ്റെ ക്യാപ്ഷൻ, ജനം TVയുടെ ക്യാപ്ഷൻ, അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ലഹരിപക്ഷമോ എന്ന ചോദ്യം ജനം TV ഉയർത്തിയത്. ഈ ആലപ്പുഴയിലെ സംഭവത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നീലിമ പറഞ്ഞത് CPM അല്ലെങ്കിൽ LDF ഈ മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗിനും അനുകൂലമായി നിൽക്കുന്നു. നോക്കൂ, നിങ്ങൾ തന്നെ പറയാണ് ഇപ്പം NDPC കേസുകൾ വളരെയധികം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഏത് പോലീസാ? ഈ LDFന്റെ സർക്കാരിന്റെ സാഹചര്യം എന്താണ്? CPMന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു. വീട്ടമ്മമാർ തെരുവിലേക്ക് ഇറങ്ങുന്നു. വീട്ടമ്മമാർ മുഴുവൻ പിണറായിയെ പഴിക്കുന്നു, ആഭ്യന്തര വകുപ്പിനെ പഴിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അനാഥരാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഞങ്ങൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ലഹരി വിപത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ ഒന്നടങ്കം ഈ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് സർ ഇത്ര വലിയ രീതിയിൽ ലഹരി പിടുത്തമൊക്കെ ഉണ്ടായത്. അതൊക്കെ നീലിമയുടെ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു ഉദ്ദേശമാണ്, അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് ഇവിടെ ഈ സർക്കാർ വളരെ വളരെ കർക്കശമായ നിലപാട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് MDMAയുടെ അളവുണ്ട് സാർ. ഇപ്പം ബഹുമാനപ്പെട്ട രാംകുമാർ സാറിന് അറിയാം, നമുക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസുകൾ വരുമ്പോഴത്തേക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ടേ നമുക്ക് പറ്റുള്ളൂ. MDMA അല്ല, ഏത് സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചാലും തന്നെ MDMA ഇതൊക്കെ എന്ന് പറയുന്നതാണ് ഒരു കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് മെഡിക്കൽ എത്തിക്സിലുള്ളവർക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, ഇതൊരു കോമ്പിനേഷനാണ്. നമുക്ക് ചില കേസുകൾ നമുക്ക് MDMA ആയിരുന്നാലും ഏതായിരുന്നാലും പിടിക്കുന്ന അളവ് അനുസരിച്ച് മാത്രമേ നമുക്ക് കേസുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന്. ചില കേസുകൾ നമുക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. ഈ അളവെന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എക്സൈസ് ആയിരുന്നാലും പോലീസ് ആയിരുന്നാലും ആരാ പിടിച്ചിരുന്നാലും ഒരു ഗസറ്റ് ഓഫീസറിന്റെ മുന്നിൽ വെച്ച് സൈൻ ചെയ്ത് ഇത് 100% കറക്റ്റ് ആണ്, ഇല്ലെന്നല്ല. ഇക്കാര്യം ആലപ്പുഴ സെക്രട്ടറിയായിരുന്ന വിഘ്നേഷിനെതിരെ കൈക്കൊണ്ടോ? അവിടെ അത്തരത്തിലൊരു സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? അവിടെ പരിശോധന നടന്നോ? നീലിമ, ഞാൻ പറഞ്ഞില്ല ആ പരിശോധന റിപ്പോർട്ടൊന്നും ഞാൻ പരിശോധിച്ചില്ല. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ സമ്മേളനമെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞല്ലോ, CPMൻ്റെ സമ്മേളനം. ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയും, ഇതിന് മുമ്പേ ഉള്ള ബ്രാഞ്ച് സമ്മേളനം അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഏതെന്നറിയാമോ നീലിമയ്ക്ക്? പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് ഏതൊരുവിധ സ്വാധീനവും ഇല്ല.
എന്നുള്ള രീതിയിലാണ് പാർട്ടിയുടെ പ്രതിനിധികൾ സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നതല്ല പാർട്ടി പ്രതിനിധികളും അല്ലെങ്കിൽ CPM-ൻ്റെ പോഷക സംഘടന അല്ലെങ്കിൽ CPM അനുഭാവികൾക്കെല്ലാം പോലീസ് സ്റ്റേഷനിൽ വളരെ സ്വാധീനം ഉണ്ടെന്നത് ചില കേസുകൾ വന്നിട്ടുണ്ടാവാം, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ കേരളത്തിൽ ഇല്ലയെന്നില്ല. പക്ഷേ ഒരു കാരണവശാലും പാർട്ടിയോ LDF-ഓ ഒരു കാരണവശാലും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല നീലിമ. അതിൻ്റെ ഇത് പ്രതിനിധികളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? യു പ്രതിഭയുടെ മകൻ്റെ കാര്യത്തിൽ യു പ്രതിഭയുടെ കാര്യത്തിൽ സംഭവിച്ചത് നിങ്ങൾ പറയാൻ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ നിന്നപ്പോഴത്തേക്കാണ് ഈ പോലീസ് പിടിക്കുന്നത്. ഇദ്ദേഹം അടിച്ചില്ല എന്ന് മാത്രമേ പ്രതി പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ആൾക്കാർ ഇല്ല എന്നൊന്നും പറയില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നോക്കുക, അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ വിഷ്ണുപുരൻ ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ മകൻ. നമുക്ക് അദ്ദേഹത്തിനെയൊക്കെ മാതൃകയായിട്ട് യു പ്രതിഭയെയും ഒരിക്കലും താരതമ്യം ചെയ്യല്ല. ഞാൻ പറയുന്നത് യു പ്രതിഭ പറഞ്ഞ എന്താണ്, അദ്ദേഹം മോൻ ചെയ്ത് തെറ്റുന്നതാണ്. അങ്ങനെയല്ല, മോൻ അതിനെ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം കയ്യിൽ വച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകൾ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നായിരിക്കും പിടിപെട്ടത്. അതൊക്കെ ചില കേസുകളൊക്കെ വരും നീലിമ. അപ്പം നമ്മൾ എല്ലാവരെയും നമ്മൾ ഒരിതല്ല. നോക്കൂ, എത്ര പെൺകുട്ടികൾ എനിക്കറിയാം, അല്ല ഞാൻ പറയുന്നത്, എത്ര പെൺകുട്ടികൾ അവരറിയാതെ കേരളമായിട്ടുണ്ട്. ആ കുട്ടികളുടെ ഭാവി അങ്ങിപ്പോഴും കാര്യങ്ങൾ പരത്തി പറയുകയാണ്. ഒരു സെക്കൻഡ് അയാളെ MDMA-യുമായി പിടിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്നും പണം കണ്ടെടുക്കുന്നുണ്ട്. അതായത് MDMA വിൽക്കുന്ന ആളാണ്. വാങ്ങി ഉപയോഗിക്കൽ മാത്രമല്ല, അയാൾ വിൽക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇയാൾക്ക് ആരാണ് ഇത്തരത്തിൽ MDMA എത്തിച്ചു നൽകുന്നത്? ഇത് ഏതെല്ലാം കേന്ദ്രങ്ങളിലേക്ക് വിറ്റഴിക്കുന്നു? അങ്ങനെ ഇയാൾക്ക് മുൻപും ഇയാൾക്ക് ശേഷവും നടക്കുന്ന ആ ഒരു വിപണനത്തെക്കുറിച്ച് ഏതെല്ലാം കുട്ടികളിലേക്കാണ് ഈ ലഹരി എത്തുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണമല്ലേ നടക്കേണ്ടിയിരുന്നത്? പക്ഷേ വിഘ്നേഷിനെ CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട്, ആലപ്പുഴയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല, ആലപ്പുഴയിൽ CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടില്ലേ? ആ അന്വേഷണം അവിടെ നിലച്ചില്ലേ? ആരാണ് CPM-ന്റെ പ്രവർത്തകനെ ഇടപെട്ടുന്നത്? നീലിമ പറയും. ഒരാളും ഇടപെട്ടില്ല. നിങ്ങൾ ഈ ചുമ്മാ ഈ പരത്തി പറഞ്ഞു. നമ്മൾ ഈ ചർച്ചയിൽ ശ്രീ പ്രിന്റു മഹാദേവ് ആലപ്പുഴയിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലാസിക് ഉദാഹരണമാണ്. ആലപ്പുഴയിലെ പാർട്ടിയെ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എത്രയോ നാളുകളായി നമ്മൾ കേൾക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന 2 വാർത്തകളാണ് യു പ്രതിഭയുടെയും അതുപോലെ ഈ വിഘ്നേഷ് എന്ന് പറയുന്ന ഈ SFIയുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയ വിഘ്നേഷിന്റെയും. ആ കാര്യത്തിലടക്കം ഈ 2 കേസുകൾ പരിഗണിച്ചാൽ മതിയാകില്ലേ? ഇവിടെ CPM നേതൃത്വം എത്രത്തോളം ഈ ലഹരി മാഫിയയെ, ഡ്രഗ് മാഫിയയെ ഇവിടെ സംരക്ഷിക്കുന്നു എന്നതിന്റെ ഉദാഹരണം തേടി പോകാൻ വേറെ എങ്ങും പോകേണ്ടതില്ലല്ലോ. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള പോലീസോ കേരള എക്സൈസോ ഒന്നും മോശക്കാരാണെന്ന അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല. ഇപ്പൊ ആന്ധ്രാപ്രദേശിലെ സിന്തറ്റിക് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി കണ്ടെത്തിയത് കേരള പോലീസാണ്. പക്ഷെ പലപ്പോഴും ഇദ്ദേഹം തന്നെ പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കാർക്കിടയിൽ വലിയ ബ്രാഞ്ച് സമ്മേളനത്തിനടക്കം ചർച്ച എന്തായിരുന്നു? പോലീസ് ഞങ്ങൾക്ക് കീഴടങ്ങുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പോലീസുമായി കീഴടങ്ങുന്നത്? ഈ പ്രാദേശിക തലത്തിൽ കഞ്ചാവ് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് CPM-ന്റെ ഇടനിലക്കാരായിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നു. അവൻ പറഞ്ഞത് വിട്ടില്ലെങ്കിൽ ഇവർ പാർട്ടി സമ്മേളനത്തിൽ ചർച്ചയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലായി. ഇപ്പൊ യു പ്രതിഭയുടെ കാര്യമായിക്കോട്ടെ, മകന്റെ കാര്യമായിക്കോട്ടെ, വിഘ്നേഷിന്റെ കാര്യമായിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായിട്ട് കേരള പോലീസിനെ അറിയാം. അപ്പൊ നേരം പേരൂർ നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ, ഇവിടെ അദ്ദേഹത്തിന്റെ മകനായിക്കോട്ടെ, പ്രതിഭയുടെ മകനായിക്കോട്ടെ, ഈ കേരളത്തെ കളമശ്ശേരി പോളിടെക്നിക്കിലെ കാര്യമായി ഇതൊക്കെ എക്സൈസിന് കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും എക്സൈസ് മാസങ്ങളോളം നിരീക്ഷിക്കുന്നു, പല കാര്യങ്ങളും ഇടപെടാൻ പേടിക്കുന്നു. ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ നോക്കൂ, ഇപ്പൊ ഏതെങ്കിലും തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ പിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവസാന നിമിഷം ഈ പറയുന്ന നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് പാറ്റപ്പൊടിയോ പൗഡറോ ഒക്കെ മാറുന്ന ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ട്. അതിനൊരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം. അങ്ങ് പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ കഴിഞ്ഞ 2024 ഈ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 5,27,000 അതിൽ 2,24,326 കേസുകളും അബ്കാരി സിന്തറ്റിക് ഡ്രഗ് അഡിക്റ്റ് കേസുകളാണ്.
അപ്പൊ നോക്കൂ, കേരളത്തിന്റെ ആകെ കേസുകളുടെ 40% മദ്യമയക്കുമരുന്ന് കേസുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിനകത്ത് എത്ര പേരെയാണ് നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത്, എത്ര പേരെയാണ് ശിക്ഷിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പ്രധാനമായിട്ടും നമ്മളെ NDPS ആക്ട് 31 ഇതാണ് നടപടിയെടുക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് കേരള എക്സൈസോ പോലീസോ തയ്യാറാവുന്നില്ല. അതിന് തയ്യാറായി തന്നെ അവരെ കൂച്ചുവിലങ്ങുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം. 1988 PIT NDPS ആക്ട് പ്രകാരം ഒരു നിരന്തരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ അദ്ദേഹത്തിന് വിചാരണ കൂടാതെ കരുതൽ തടങ്കിൽ വെക്കാനുള്ള വകുപ്പുണ്ട്. അപ്പൊ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള നിയമം വളരെ കർശനമാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ഈ കേസുകളെ മുഴുവൻ ആവിയായി പോകുന്നതിന് പിന്നിൽ ആരാണ്? അപ്പൊ ഞാൻ പറഞ്ഞ 2,26,000 കേസിനകത്ത് എത്ര കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് പറയട്ടെ. നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതല്ലോ, കേസിൽ എത്ര പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് സർക്കാരിന്റെ പോളിസിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഈ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരിക്കലും ആത്മാർത്ഥതയില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. കാരണം കേരളത്തിലെ പ്രതിഭയുടെ കാര്യം ഇപ്പൊ നോക്കൂ, ബിനീഷ് കൊടിയേരിയുടെ AKG സെന്ററിൽ നിന്ന് ആരംഭിച്ചതാണ് കേരളത്തിലെ ലഹരി മാഫിയയുടെ ബന്ധം. നോക്കൂ, നമ്മൾ ബിനീഷ് കൊടിയേരിയെ 10-12 മാസം ജയിലിലിട്ടത് എന്തിനാണ്? ഈ ലഹരി മാഫിയക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പണം ഒഴുക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പണം ഒഴുക്കിയതാണ്. അപ്പൊ AKG സെന്ററിൽ നിന്ന് ആരംഭിച്ചതാണ് കേരളത്തിന്റെ ലഹരി മാഫിയയുടെ തുടക്കം. അത് കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ SFIക്കാരായിട്ടുള്ള ആളുകളെ കാരിയർമാരാക്കിക്കൊണ്ട് ഇവിടുത്തെ യുവതയുടെ മനസ്സുകളെ കീഴടക്കിക്കൊണ്ട് ലഹരി എന്ന വൈറസിനെ പടർത്തിയത് ഈ പറയുന്ന ഇടതുപക്ഷം ഉയർന്ന പ്രസ്ഥാനങ്ങളുമാണ്. അതിൻ്റെ കൂട്ടിൽ മാറി നിൽക്കാൻ ഇവർക്കാരും സാധിക്കില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ വലിയ മാധ്യമങ്ങളായിക്കോട്ടെ, പൊതുജനങ്ങളായിക്കോട്ടെ, ഈ ലഹരിക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണല്ലോ ഇപ്പൊ ഈ പറയുന്ന 2 ആഴ്ചത്തെ ഈ പ്രഹസന നാടകങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഇപ്പോഴും പോലീസിന് ഇവർ കയറൂരി വിടാൻ തയ്യാറാകുന്നില്ല. നോക്കൂ, ഒരു മാസത്തിനകം നോക്കൂ, ഈ കേസ് ഇപ്പൊ പ്രതിഭയുടെ ആയിക്കോട്ടെ, വിഘ്നേഷിന്റെ ആയിക്കോട്ടെ, ഈ പിടിച്ച കേസുകളൊക്കെ എന്താ എന്ന് കൂടി നമുക്ക് ഇനി ചർച്ച ചെയ്യണം. അപ്പോഴാണല്ലോ ഇവിടെ ആത്മാർത്ഥത. കൃത്യമായിട്ട് ലഹരി മാഫിയ തകർക്കാൻ വേണ്ടി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനകത്ത് ഈ ആക്ട് കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കും. അത് ഇടപെടാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല തന്നെയാണ് ഏറ്റവും വലിയ അപജയമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഞാൻ പറയാം, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. വ്യക്തി അല്ലെങ്കിൽ സമൂഹം, രാഷ്ട്രം, ഈ 3 അടിസ്ഥാനമായിക്കൊണ്ടുള്ള ബോധന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം മദ്യത്തിനോടും മയക്കുമരുന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറയും, ഞാനൊരു RSSകാരനാണ്. എന്റെ പ്രത്യയശാസ്ത്രം എന്നെ പഠിപ്പിച്ചത് ലഹരി ഉപയോഗിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്റെ ഈ പ്രായത്തിനകത്ത് എന്റെ രക്തത്തിനകത്തേക്ക് ലഹരിയുടെ ഒരു കണിക പോലും എന്റെ രക്തത്തിൽ വന്നിട്ടില്ല. അതിന് ഒറ്റ കാരണം എന്റെ പ്രസ്ഥാനമാണ്. അത് എന്റെ പ്രസ്ഥാനത്തിൽ കിട്ടിയതാണ്. അത് തന്നെയാണ് പറഞ്ഞത്. പ്രത്യയശാസ്ത്രമായ പ്രശ്നങ്ങൾ, കേരളത്തിലെ യുവത അരാജകത്വത്തിലേക്കുള്ള കാര്യങ്ങൾ, കൾച്ചറൽ മാർക്സിസത്തിന്റെ ഇടപെടൽ ഈ കേരളത്തെ വലിയ രീതിയിൽ അവതാളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനൊരു ഭരണകൂടം നേരിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കുന്നു. കാരണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മണിച്ചന്റെ കേസ് ഡയറി, അങ്ങനെയല്ല, മണിച്ചന്റെ കേസ് സൂചിപ്പിച്ചല്ലേ ഇവിടെ പറയാതെ വയ്യ. മണിച്ചന്റെ കേസ് ഡയറിക്കകത്ത് ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളായിരുന്നു. പ്രത്യേകമായി വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ MK ഹരിദാസ്, അത് അങ്ങയുടെ ഓർമ്മയിലൊക്കെ വളരെ കൃത്യമായി ഉള്ള ഒരു കാര്യമാണ്. 31 പേരുടെ മരണത്തിനിടയാക്കിയ കല്ലുവാതുക്കൽ മദ്യദുരന്തം. അതിൽ മണിച്ചന് മാസപ്പടി കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ നേതാക്കൾ, CPM ജില്ലാ സെക്രട്ടറി അടക്കം ഇവിടുന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. കടകംപള്ളി സുരേന്ദ്രൻ MLA, അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു ആ മണിച്ചന്റെ ഡയറിയിൽ. അത് ഇപ്പോഴും മറ്റൊരു രൂപത്തിൽ അനുസ്യൂതം തുടരുന്നു എന്ന് വേണ്ടേ കരുതാൻ? ഭാർഗവി തങ്കപ്പൻ, കടകംപള്ളി സുരേന്ദ്രൻ, അതെ, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു എന്ന് ഓർക്കണം. ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഭാർഗവി തങ്കപ്പൻ അടക്കം മാസപ്പടി വാങ്ങി എന്ന് പറയുമ്പോൾ എത്രയോ നാൾ മുമ്പ് തുടങ്ങിയതാണ് മദ്യ ലഹരി മാഫിയയുമായുള്ള CPMന്റെ ബന്ധം. CPMന്റെ അല്ല, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഇതിന്റെ ഷെയർ അല്ലെങ്കിൽ ഇതിന്റെ മാസപ്പടി ഇന്നും കൃത്യമായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്കും, എക്സൈസിന്റെ രാഷ്ട്രീയമായിട്ട് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർക്കും, പോലീസിനെ രാഷ്ട്രീയമായിട്ട് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർക്കും ഇതെല്ലാം കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കേരളം ഇത്തരത്തിൽ. ഒരു കാര്യം നോക്കണം നീലിമ, കമ്മ്യൂണിസ്റ്റ് പച്ച കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വളർന്നതുപോലെയാണ് ഈ ലഹരി മാഫിയയുടെ വളർച്ച ഉണ്ടായിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അത് കേവലം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളില്. അപ്പൊ ഞാൻ വേറൊരു ചെറിയ കാര്യം എന്നെ പറയാൻ അനുവദിക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, ഞാൻ കുറച്ചു കാലം പ്രവാസ ജീവിതം നയിച്ചായിരുന്നു ഒരു 10-35 കൊല്ലം മുമ്പ്. അന്ന് അവിടുത്തെ പ്രമുഖ കമ്പനികളെല്ലാം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റുമായി ചെല്ലുന്നവർക്ക് പ്രത്യേക പരിഗണനയാണ്. അതായത് അവര് എടുത്തു കഴിഞ്ഞിട്ടേ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ആൾക്കാർക്ക്, മലയാളികൾക്ക് പരിഗണന നൽകാറുള്ളൂ. പ്രത്യേകിച്ച് സുഹീലൻ സൗദ് ഭവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കമ്പനികൾക്ക് വളരെയധികം താല്പര്യമായിരുന്നു. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് തറോ ആയിട്ട് അവർ പഠിച്ച
പഠിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവിന്റെ ഒരു ഗഹനമായ വിവരമുണ്ട് എന്നുള്ള നിലയ്ക്കാണ് അവരെ എടുത്തിരുന്നത്. ഇപ്പൊ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് നടത്തുന്ന ഈ ഇത്തരത്തിൽ ആളുകളെ ഗൾഫിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിക്ക് ഗൾഫിൽ നിന്ന് ആൾക്കാർ വന്ന് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ചോദിച്ചത് അത്രേ, പ്രധാനം ലഹരി കച്ചവടവും ലഹരിയുടെ ഉപയോഗവുമല്ലേ നിങ്ങളുടെയൊക്കെ യൂണിവേഴ്സിറ്റികളിലും നിങ്ങളുടെ ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലും നടക്കുന്നത് എന്ന നിലയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു പേരുദോഷം വരത്തക്ക തോതില് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളം ലഹരി മാഫിയയുടെ ഹബ്ബായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്നവരാരോ അവർക്കാണ്. ഇതിന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇപ്പൊ നിങ്ങൾ ഈ കല്ലുവാതിൽക്കൽ ദുരന്തം പറഞ്ഞു, അതുപോലെ തന്നെ കേരളം ഈയിടെ ഞെട്ടിയ ഒരു സംഭവമാണ്. 2.5 വർഷം നമ്മളെ ഭരിച്ച ഒരു മന്ത്രി ക്രിമിനലാണ്. സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ക്രിമിനലാണ്. അദ്ദേഹത്തിനെതിരെ യാതൊരു നിലയ്ക്കും ഈ കേസ് റദ്ദ് ചെയ്യാൻ പറ്റില്ല, കേസുമായി മുൻപോട്ട് പോകൂ. അതും ഒരു ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തൊണ്ടി മാറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മളൊക്കെ എത്ര അധപ്പതനത്തിന്റെ കുഴിയിലാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ 2.5 വർഷം ഇദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നു? കാരണം സസ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സുപ്രീം കോടതിയുടെ 3 മാസം മുമ്പുള്ള പറച്ചിലിന് മുമ്പ് വരയ്ക്ക് അദ്ദേഹം സസ്പെക്റ്റഡ് ആയിരുന്നുവെങ്കിൽ സുപ്രീം കോടതി കേസ് എഴുതി തള്ളാൻ പറ്റില്ലെന്ന് പറഞ്ഞോട് കൂടിയിട്ട് അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്ത് എത്തിയതിന് തുല്യമായിരിക്കുകയാണ്. അപ്പൊ 2.5 വർഷം നമ്മളെ ഭരിച്ച ഒരു വ്യക്തി ഒരു ലഹരി മാഫിയ കേസിലെ ഒരു പ്രതിയായിരുന്നു എന്ന് പറയുമ്പോൾ കേരള മതപതനത്തിന്റെ നാഴികക്കല്ല് ചവിട്ടിയതിന്റെ ലക്ഷണങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിനായാലും കേരളം ഭരിക്കുന്ന വ്യക്തിക്കായാലും ഇത്തരം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലായിട്ട് ആ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹാജരാക്കപ്പെടുന്ന തൊണ്ടി മുതൽ അത് MDMA ആണെങ്കിൽ പച്ചക്കർപ്പൂരമായി മാറാനും, ചാരായമാണെങ്കിൽ പച്ചവെള്ളമായിട്ട് മാറാനും, കഞ്ചാവാണെങ്കിൽ ഉണക്കിയ കമ്മ്യൂണിസ്റ്റ് പച്ചയാക്കി മാറ്റാനും അതിനെ ഉത്തരവാദപ്പെട്ടവർ ഉണ്ട്. യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള കേസുകളിൽ തൊണ്ടി മുതൽ ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ കേസുകളിൽ നിന്ന് ഭംഗിയായിട്ട് ഇത്തരം വ്യക്തികൾ ഊരിപ്പോകുമെന്നുള്ള ഉറപ്പാണ്. ഇവർ നൽകുന്ന സന്ദേശത്തിന്റെ പേരിൽ ഇപ്പോൾ ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഈ അണികൾക്കും ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവർ ഈ ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്, ലഹരി ഉപയോഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ശിക്ഷിക്കപ്പെടില്ല. ഇതിനൊരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. ഈ ചർച്ചയുടെ മുൻപ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും ആരംഭിക്കുന്ന ഒരു പരിശോധന, അത് വൈകുന്നേരം നമ്മുടെ വിദ്യാർത്ഥികളായാലും നമ്മുടെ മക്കളായാലും ജോലി കഴിഞ്ഞ് വരികയാണെങ്കിലും അവരുടെ ലഹരി ഉപയോഗത്തെ കുറിച്ചുള്ള നമ്മുടെ കണ്ണുകൾ കൊണ്ടുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള ഒരു വാച്ചിങ് കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ നടക്കണ പുകിലൊക്കെ ഈ 5000 കേസും കാര്യങ്ങളൊക്കെ കേവലം 2 ആഴ്ചത്തേക്കാണ്. തിരുവനന്തപുരത്തും കാസർകോട്ടും ഷവർമ കഴിച്ച് 2 പേരും മരിച്ചപ്പോ 30 ദിവസം ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തള്ളിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ലേ? ഇപ്പൊ എന്തായി? മത്സ്യത്തിൽ എല്ലാം പഴയതുപോലെയായി. മത്സ്യത്തിൽ വാളയാറ് വെച്ചിട്ട് എന്തോ വിഷം കണ്ടുപിടിച്ചു. പിന്നീട് മത്സ്യത്തിന്റെ പരിശോധനയുടെ ബഹളമായിരുന്നു 2 ആഴ്ച. അത് കഴിഞ്ഞു. ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കണ്ണ് ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഈ അന്വേഷണങ്ങളെല്ലാം കേവലം 10 ദിവസത്തിനുള്ളിൽ ഇല്ലാതാകും. അതോടുകൂടിയിട്ട് വീണ്ടും കേരളം ഉണർന്നുകൊണ്ട് ഇന്നത്തെ വിൽപ്പനയുടെ 4 ഇരട്ടിയായിട്ട് ഇത് വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം, നമ്മുടെ പാവപ്പെട്ട നമ്മൾ പറയില്ലേ ചെറുപ്പക്കാരെ, ഈ കേസുകളിലൊക്കെ പിടികൂടപ്പെടുന്നവർ 20 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളാണ് എന്നതുകൂടി അങ്ങേയറ്റം ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു. ഒരു കല്യാണാലോചന, കല്യാണ തീരുമാനമായ ഒരു പെൺകുട്ടി ആ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് ഈ ചെറുക്കനെതിരെ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂ എന്ന അങ്ങനെ ആ നിലയിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ എന്ന് വളരെ കൃത്യമായി പറയേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിബേറ്റ് ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ് പോകുന്നത്. രാംകുമാർ സർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആലപ്പുഴയിലെ കേസ് പ്രത്യേകം ഒന്ന് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഞാൻ പറഞ്ഞു CPM-ന്റെ അടുത്ത ബന്ധമുള്ള ആളാണ്. നേരത്തെ പ്രതിഭ MLA-യുടെ കാര്യം പറയുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഈ വിഘ്നേഷിൻ്റെ കാര്യമാണ്. അപ്പോൾ EMS സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വിഘ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അയാൾ സഞ്ചരിച്ച വാഹനത്തിൽ ഒരു പരിശോധന നടക്കുന്നില്ല, വീട്ടിലൊരു പരിശോധന നടക്കുന്നില്ല, ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു സ്ഥലങ്ങളിലും ഒരു പരിശോധനയും നടക്കുന്നില്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. അതായത് വിഘ്നേഷ് എന്ന വ്യക്തിക്ക് MDMA നൽകിയത് ആരാണ്,
ഈ വിഘ്നേഷ് ആർക്കൊക്കെ ഇതൊക്കെ കൈമാറുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരിശോധനയും അവിടെ നടക്കുന്നില്ല. കൃത്യമായ CPM-ന്റെ സ്വാധീന ഫലമായി അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇനി ആ കേസ് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇങ്ങനെയാണ് പല കേസുകളിലും, അറിയപ്പെടാത്ത പല കേസുകളിലും. അപ്പോൾ ഇവരുടെ ആത്മാർത്ഥത, കൃത്യമായ നിയമാവലികൾ ഈ ഇത്തരത്തിൽ ലഹരി പിടിക്കുന്നവരിൽ അവർക്കെതിരെ കൈക്കൊള്ളേണ്ട ചില നടപടികളൊക്കെ ഉണ്ടല്ലോ, നിയമ നടപടികളുണ്ട്. അതൊക്കെ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? ഇവിടെ ഈ രാജ്യത്ത് ക്രിമിനൽ രാഷ്ട്രീയ പോലീസ് ബന്ധം ഉണ്ട് എന്ന് നമ്മുടെ കോടതികൾ പറയാൻ തുടങ്ങി കാലം കുറയായി. പല രീതിയിലുള്ള കേസുകൾ, കൈക്കൂലി കേസുകൾ, കൊലപാതക കേസുകൾ. ഇപ്പോൾ കൂടുതൽ പ്രകടമായി വരുന്നത് ലഹരി കേസുകളാണ്. അതിന് കാരണം പണ്ടില്ലാത്ത വിധം ലഹരി കേസുകളിൽ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഉൾപ്പെടൽ കൊണ്ട് നേട്ടങ്ങളില്ലാതെ ആരും ചെയ്യില്ലല്ലോ. കാര്യമായ എന്തോ രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം അവർക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ സുവിദിതമാണ്. ഇതാണ് ഇതിൻ്റെ രഹസ്യം. ഈ നേട്ടം നഷ്ടപ്പെടാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തകർ പോലും തയ്യാറാവുന്നില്ല. മറിച്ച് അത് വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും വിപുലപ്പെടുത്താനും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാനുമുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കളമശ്ശേരി, ആലപ്പുഴ ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്നത്. ഇത് രാഷ്ട്രീയ പ്രശ്നത്തെക്കാൾ കൂടുതൽ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം എളുപ്പമുണ്ടാക്കാവുന്ന സമ്പത്ത് ആരും ഉപേക്ഷിക്കാറില്ല. അത് മനുഷ്യ മനസ്സിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം. സമ്പത്ത് വേണ്ട എന്ന് പറയാനുള്ള മനക്കരുത്ത് പലർക്കുമില്ല. അപ്പോൾ എളുപ്പത്തെ കിട്ടാവുന്ന കാശ് ഞാനെന്തിനാ വേണ്ടെന്നൊക്കെയാണ് എന്ന രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് വളരെ കേരളത്തിൻ്റെ ചെറുപ്പക്കാരുടെ ഭാവിയെ മുഴുവൻ അപകടപ്പെടുത്തുന്ന ആശങ്കാജനകമായി വളർന്നു വരുന്ന ലഹരി മാഫിയയ്ക്ക് തണലേകുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ നിസ്സഹായരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാമ്യം കിട്ടാവുന്ന രീതിയിൽ രേഖകൾ തയ്യാറാക്കാൻ അവർ നിർബന്ധരായി. ഇതാദ്യം നിർത്തണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പലതവണ ആവർത്തിച്ച് പറഞ്ഞത് മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കണം എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തെ എതിർക്കുന്നവരും സംശയിക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹം വേണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായും നടപ്പാക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകളിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയമായ ഇടപെടലുകൾ. അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ടാണ് മണിച്ചന്മാരും അങ്ങനെയുള്ള ആളുകളും ഇവിടെ തഴച്ച് വളരുന്നത്. രാഷ്ട്രീയമായ തണലും സംരക്ഷണവും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടു കൂടി തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ദുർഗതി അതാണ്, നിർഭാഗ്യവശാൽ. ഈ സ്ഥിതി മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അപകടത്തിലേക്ക്. ഇന്ന് എറണാകുളം നഗരത്തിൽ DJ പാർട്ടികളിൽ മാത്രം കണ്ടിരുന്ന ലഹരി ഉപയോഗം ഇന്ന് വീടുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കും വിദ്യാലയങ്ങളിലേക്കും മാറിയിരിക്കുകയാണ് അപകടമായ രീതിയിൽ. അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ മാറ്റങ്ങളെ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങളെയും ഒരു സൂചനയാണ്. വളരെ അപകടം പിടിച്ച ഇതാണ്. നമ്മൾ വിമർശിച്ചുകൊണ്ടോ ചർച്ച നടത്തിയതുകൊണ്ടോ അന്യോന്യം കുറ്റപ്പെടുത്തിയുകൊണ്ടോ ഇതിന് പരിഹാരമായില്ല. ഇതിനുള്ള പരിഹാരം ഇപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഉണ്ടായ പോലെ ഊർജിതമായ പോലീസ് സംവിധാനവും രാഷ്ട്രീയ ഇടപെടലില്ലാതെ കേസുകൾ സുഗമമായ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കേരളത്തിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരും. നമ്മുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാണ്. പണ്ട് അമേരിക്കയിലൊക്കെ ഉള്ള മാതാപിതാക്കന്മാർ പെൺകുട്ടികൾ പ്രായമായാൽ
നാട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ അന്തരീക്ഷം നമ്മുടെ കേരളീയർ ജനിച്ചു വളർന്ന സാമൂഹ്യ അന്തരീക്ഷത്തിന് ഇന്നും മറിച്ചാണ്. ഇന്ന് കേരളത്തിലേക്ക് വരാൻ പെൺകുട്ടികളെ അയക്കാൻ മാതാപിതാക്കന്മാർ ഭയപ്പെടുന്നു. കാരണം ഓരോ ദിവസവും കൊലപാതകങ്ങൾ, അമ്മയെ ലഹരിക്ക് അടിമയായ അമ്മയെ മകൻ വെട്ടിക്കൊല്ലാം, പണം കിട്ടാത്തതുകൊണ്ട് കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാം. ഇത്തരം ഭീകരമായ കൊലപാതകങ്ങളും സംഭവങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും നിത്യ സംഭവമായിക്കൊണ്ടിരുന്ന കേരളത്തിൽ ജീവിക്കാൻ ആളുകൾ ഭയപ്പെടുകയാണ്. വിദേശത്തുള്ള ആളുകളിന്ന് കേരളത്തിലേക്ക് വരാൻ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനം ടി വി പോലെ ചർച്ച ചെയ്ത പോലെ ഇതൊരു സാമൂഹിക പ്രശ്നമായി കൂടി കണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും സഹകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വലിയ ആപത്തിലേക്കാണ് ചെന്ന് ചേടുന്നതെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടിയിരിക്കുന്നു. ABVPയുടെ പ്രതിനിധി ആര്യലക്ഷ്മിയിലേക്കാണ്. ആര്യ, ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു കാര്യമാണ് KT ജലീൽ പറഞ്ഞൊരു കാര്യം. KT ജലീൽ പറയുന്നുണ്ട്, ഇവിടെ ലഹരി മരുന്നുമായി പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഏതാണ്ട് ഒരു 99% ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നതാണ്. മുസ്ലിം യുവാക്കളാണ് പിടിക്കപ്പെടുന്നത്. പക്ഷേ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ചെറിയ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലഹരി കേസുകളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം 37 പെൺകുട്ടികൾ ഈ ലഹരി മരുന്നുമായി പിടിക്കപ്പെടുന്ന ഈ പ്രത്യേക മതവിഭാഗത്തിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊരു ആധികാരികമായി പറയുന്നതല്ല, ഒരിടത്ത് വന്ന റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പത്രവാർത്തകൾ അതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അന്യമതവിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽ നിന്നും അതുപോലെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുമുള്ള പെൺകുട്ടികൾ ഈ ലഹരി മാഫിയയുടെ കെണിയിൽ അങ്ങേയറ്റം അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പലരും വിദ്യാർത്ഥികളാണ് എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായൊരു സത്യം. അത്തരം കാര്യങ്ങൾ ആര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലും കൂടി ഇന്ന് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻപ് ലവ് ജിഹാദ് എന്നുള്ള ഇതുണ്ടായിരുന്ന അതേപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകൾ പെൺകുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പ്രണയമോ അല്ലെങ്കിൽ സൗഹൃദമോ സ്ഥാപിച്ചുകൊണ്ട് പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ലഹരിക്കടിമയാക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് ക്യാമ്പസുകളിൽ നടന്നു വരുന്നതായിട്ടുള്ള പലപ്പോഴും വാർത്തകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ശരി ആര്യ. പ്രിൻഡു മഹാദേവ്, ഇത് വലിയൊരു സാമൂഹ്യ വിപത്തിലേക്ക് കൂടി തള്ളിവിടുകയാണ്. ഇവിടുത്തെ നമുക്കറിയാം, ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ കേസെടുക്കുന്ന കാലമാണ്. മറ്റേ നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞപ്പോൾ ഒരു ബിഷപ്പിനെതിരെ എന്തെല്ലാം ആക്രോശങ്ങളാണ് ഇവിടെ വന്നത്. ഇപ്പോൾ രാംകുമാർ സാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം ചില ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ആ ശക്തികൾ ഏതാണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാമല്ലോ. ഈ ലഹരി മാഫിയയും ഈ ജിഹാദി ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം, അത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പാർട്ടിയിലേക്കുള്ളൊരു കടന്നുവരവ്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ക്യാമ്പസുകളിലെ ഈ അരക്ഷിതാവസ്ഥ, ഈ അരാജകാവസ്ഥയിലേക്ക് നയിക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ? തീർച്ചയായും. കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇടപെടൽ, ലഹരി മാഫിയയുടെ ഇടപെടൽ, അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുടെ കേരളത്തിലെ ഇടപെടലിൽ അതിനോട് സന്ധി ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ നയം, ഇത് പരസ്പരം പൂരകങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് കേരളത്തിൽ പറയാൻ പാടില്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റിച്ച് അവരെ ബോധപൂർവ്വം ലഹരി മാഫിയയ്ക്ക് അടിമപ്പെടുന്ന ആളുകളെ കുറിച്ച്, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളൊരു ഫത്വ ഈ കേരളത്തിൽ ഒരു പറ്റം ആളുകൾ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിക്കൊണ്ട് പറഞ്ഞു വെക്കുകയാണ്. ഒരു ഇരവാദം, ഇടതുപക്ഷം ഉയർത്തുന്ന ഇരവാദം പോലെ തന്നെ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് പറയാൻ പാടില്ല എന്നുള്ള ഒരു ഫത്വ പുറപ്പെടുവിക്കുന്നു. ബാലാ ബിഷപ്പ് പറഞ്ഞത് എന്താ? അത് തന്നെയാണ് ഇപ്പൊ KT ജലീൽ പറഞ്ഞത്. KT ജലീൽ പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും പ്രശ്നമില്ല. പാലാ ബിഷപ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്ത് പറ്റി KT ജലീലെന്ന് അറിയില്ല, ഇപ്പൊ ബോധോദയം ഉണ്ടായതാണെന്ന് അറിയില്ല. കല്ലറങ്ങാട് അച്ഛൻ പറഞ്ഞ അതേ കാര്യം തന്നെ മതപണ്ഡിതന്മാരുടെ ഒരു സമൂഹ നോമ്പുതുറ എല്ലാ മതവിഭാഗം
അതെ, സമസ്തയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യം അദ്ദേഹം അത് ഉൾക്കൊണ്ടത് വളരെ പോസിറ്റീവായിട്ട്. കാരണം ജലീൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ജലീലിന് കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം അന്ന് നോക്കണം, അന്ന് കല്ലറങ്ങാട് അച്ഛൻ്റെ മത തീവ്രവാദ സംഘടനകൾ ഈ സമസ്തയടക്കമുള്ള മുഴുവൻ മുസ്ലിം മത സംഘടനകൾ ഒറ്റക്കെട്ടായി കൊണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ചത്. അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായി. അപ്പോഴെന്തായിരുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന കേസിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരും ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെൺകുട്ടികളുമാണ് ഉള്ളത്. പല ദുരൂഹ ആത്മഹത്യകളും കേരളത്തിൽ പാലക്കാടായിക്കോട്ടെ, തൃശ്ശൂരായിക്കോട്ടെ, എറണാകുളത്തായിക്കോട്ടെ, തിരുവനന്തപുരത്ത് പല ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ദുരൂഹ ആത്മഹത്യകളുണ്ട്. ഇപ്പൊ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട ദുരൂഹ ആത്മഹത്യകൾ കൂടി പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇടപെടൽ അതിന് കേരളത്തിൽ നമുക്കറിയാം. ഇനിയുള്ള ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്നത് മനുഷ്യ മസ്തിഷ്കങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അതിന് ആഗോളതലത്തിലുള്ള ഒരു ശ്രമം കേരളത്തിലുണ്ട്. കേരളത്തിൽ അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട ആയിക്കോട്ടെ, ഇടതുപക്ഷത്തിന്റെ പറയുന്ന ഈ കൾച്ചറൽ മാർക്സിസത്തിന്റെ ഇടപെടലായിക്കോട്ടെ, അരാജകത്വവും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നതിൽ അവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെതിരെയുള്ള ഒരു ജനകീയ പ്രതിരോധം കേരളത്തിലുണ്ടാകും. കേരളത്തിലെ പൊതുസമൂഹം അതിൽ കാര്യാത്മകമായിട്ട് ഇടപെടും. ഇവിടുത്തെ സാംസ്കാരിക ദേശീയ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ ഇടപെടൽ പൊതുസമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് കേരളത്തിന്റെ യുവാക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തല്ല നടപടികളുമായിട്ടും BJP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോവുക. അതിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള കായികപരമായിട്ടുള്ള പ്രതിരോധമാണെങ്കിൽ പോലും ഈ ലഹരി മാഫിയക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് BJP അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ കേരള സമൂഹത്തിന് നൽകുന്ന ഉറപ്പ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ അഡ്വക്കേറ്റ് സതീഷിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് സതീഷ്, ഇടതുപക്ഷം ലഹരിപക്ഷമോ എന്ന ചോദ്യം തന്നെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയാതെ കഴിയില്ലല്ലോ. അടൂർ നഗരസഭയിൽ ഉണ്ടായ ഒരു സംഭവം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അവിടുത്തെ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെയാണ് ലഹരി മാഫിയ ബന്ധം ആരോപിക്കുന്നത്. അത് ആരോപിക്കുന്നത് ആരാണ്? CPMന്റെ കൗൺസിലർ തന്നെ. ദിവ്യ റജി മുഹമ്മദ് എന്ന് പറയുന്ന നഗരസഭാ അധ്യക്ഷ ഇത്തരത്തിൽ ലഹരി മാഫിയയ്ക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് വരെ പറയുമ്പോൾ എവിടെ എത്തുന്നു നിങ്ങളുടെ ഈ ലഹരിപക്ഷം എന്നത് ചോദിക്കേണ്ടി വരികയല്ലേ? നീലിമ നമ്മളെ ഇത് ചർച്ച ചെയ്യുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ ഇത് തുടച്ചു മാറ്റാം. നിങ്ങളിപ്പം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മതവിഭാഗത്തിൻ്റെ പിന്നെ പുറത്ത് ഇതെല്ലാം അവർ മാത്രമാണ് ചെയ്യുന്നത്. അത് മാത്രം നമ്മൾ തെറ്റായ നടപടിയില്ലേ, അത് തെറ്റായ ചിന്തയല്ലേ. അല്ല, KT ജലീൽ പറഞ്ഞതെന്താണ്? അല്ല, ഞാൻ KT ജലീൽ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ മതവിഭാഗത്തിലെ ആൾക്കാർ പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹിന്ദുത്വമായിരുന്നാലും അത് ക്രിസ്ത്യാനിയായിരുന്നാലും ആര് ചെയ്താലും തെറ്റല്ലേ. നമ്മൾ ആര് ചെയ്താലും നമ്മൾ ലവ് ജിഹാദ, നിങ്ങൾ എന്ത് ജിഹാദായാലും നമുക്ക് കേരളത്തിൽ നമുക്ക് ഇത് തുടച്ചു മാറ്റണം. അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട തുടച്ചു നീക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കർക്കശ നിലപാടോടുകൂടി ക്യാമ്പസുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിബദ്ധത ഇക്കാര്യത്തിൽ പുലർത്തേണ്ട SFI എന്നുള്ള മഹാസംഘടന. ആ സംഘടനയുടെ ചെയ്തികൾ എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ലഹരി വിമുക്ത ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വീണ്ടും വന്നിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ ഡാൻസ് കളിച്ച ഒരു വിദ്വാനെ പറഞ്ഞല്ലോ. ആ വിദ്വാനെ അവിടെ വച്ച് നിർത്തിയോ? ആ യൂണിറ്റിയെ പിരിച്ചു വിട്ടില്ലേ ബഹുമാനപ്പെട്ട CPMന്റെ ജില്ലാ സെക്രട്ടറി അന്ന് ലഹരിക്കെതിരെ മെഴുകുതിരി കത്തിച്ച്
പ്രതിഷേധിച്ച ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പഴയ വീഡിയോ ഒക്കെ ഇപ്പോൾ നന്നായി പ്രചരിക്കുന്നുണ്ട്. ആ ലഹരിക്കെതിരെ പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ ബ്രൂവറിക്ക് വേണ്ടി, പാലക്കാട്ടെ ബ്രൂവറിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥത, പ്രതിബദ്ധത എവിടെ നിൽക്കുന്നു? ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടട്ടെ. ഞാൻ പറഞ്ഞു, സംസ്ഥാനത്തെ എക്സൈസ് മന്ത്രിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യുന്നത്, അദ്ദേഹം ചെയ്ത നിഷ്ഠൂരമായ പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടി. നിങ്ങൾ എന്താണ് പറയുന്നത്? അതും ഇതുമായിട്ടൊക്കെ നമ്മൾ ക്ലബ് ചെയ്യല്ലേ. നോക്കൂ, ഇവിടെ നേരത്തെ ഹരിദാസ് പറഞ്ഞാൽ ഇവിടെ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും അതുപോലെ LDF ഉണ്ട്. തുടച്ച് നീക്കപ്പെടുമെന്ന് വെച്ചാൽ തുടച്ച് നീക്കപ്പെടും. നമ്മൾ പ്രസ്ഥാനങ്ങൾ പണ്ടേ EMS പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പ്രസ്ഥാനങ്ങളിലൊക്കെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും 3 തരം ആൾക്കാർ വരും. അത് ആവേശം കൊണ്ടും ആവേശം കൊണ്ടും വരും. ആദർശമുള്ളവർ മാത്രമേ നിൽക്കുള്ളൂ, ബാക്കിയുള്ളവരും അവരെ കാര്യങ്ങൾ കഴിഞ്ഞു പോകും. ഇന്ന് നിങ്ങൾ പറയുന്നതല്ല. അല്ല, ഞാൻ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് അദ്ദേഹത്തിന് വാഴ്ത്തപ്പെട്ട ഇത് അദ്ദേഹം തെറ്റിദ്ധരിച്ച് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടില്ലേ അന്ന്? നിങ്ങൾ എന്താണ് പറയുന്നത്? ഭാർഗവി തങ്കപ്പനെ ഒരിക്കലും നമ്മളില്ല. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ നേരത്തെ നമ്മളെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ, രാംകുമാർ സാർ പറഞ്ഞ പോലെ, നമ്മൾ വീടുകളിൽ നിന്ന് തുടങ്ങാം. നമ്മളെ മക്കളെ നമ്മൾ നിരീക്ഷിക്കണം. വരുമ്പോൾ തെറ്റുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ ഈ എക്സൈസിനെയും നമ്മളെ ഭാഗത്തുനിന്നുള്ള തെറ്റ് നമ്മൾ വിചാരിക്കുന്നതല്ല. നമ്മളെ കുട്ടിയുടെ ഇത് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ കല്യാണം കഴിയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരും. അതുകൊണ്ട് എൻ്റെ മകനെ പൊതുസമൂഹത്തിൽ ഞാൻ കൊച്ചാക്കണ്ട. അതൊരു തെറ്റായ നടപടിയാണ്. അവിടെ നമ്മളെ മാതാപിതാക്കളത് ശ്രദ്ധിക്കണം. അത് നമ്മൾ വിദ്യാലയങ്ങളിൽ ശ്രദ്ധിക്കണം. വിദ്യാലയങ്ങളിൽ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ചില സ്കൂളിൽ ഇപ്പോഴും ഉണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അതവർ മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും തെറ്റായ നടപടിയാണ്. അതിൽ ഇപ്പം നോക്കൂ, പുതിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലീസ് എക്സൈസായിട്ട് സംയുക്തമായിട്ട് ഇത് കേസുകൾ എടുക്കാൻ പോയാണ്. ആ കേസുകൾ എടുക്കുമ്പോൾ പണ്ട് കാപ്പ നിയമത്തിൽ കരിങ്കൽ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും LDF CPM അതിനൊരു അനുകൂലമായിട്ടില്ല. 1-2 വ്യക്തികളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ സാറേ, ഇന്ന് ഭാരതത്തിൽ പിടിച്ച മയക്കുമരുന്നിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. 163 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ന് മാത്രം കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലഹരി മുക്ത ഭാരതത്തിന് വേണ്ടി ഇവിടെ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്നും ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അക്കാര്യം പറയുകയുണ്ടായി. അപ്പോൾ കേരളത്തിന് ഈ ഒരു പ്രതിജ്ഞയിൽ നിന്നും മുഖം തിരിച്ചു നിൽക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? വളരെ ഇച്ഛാശക്തിയോടെ ഈ മുദ്രാവാക്യത്തിനൊപ്പം ചുവടുവെക്കേണ്ടവരല്ലേ നമ്മൾ? കേൾക്കാമോ? തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നടക്കുന്നത് നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ബംഗ്ലാദേശികൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് അതിക്രമിച്ച് കയറി വ്യാജ ആധാർ കാർഡ് വരെ സൃഷ്ടിച്ചെടുത്ത് ഇവിടെ റേഷൻ കാർഡ് സമ്പാദിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലത്തോടുകൂടി നടക്കുന്നുണ്ട് എന്നത് ലവ് ജിഹാദിനേക്കാൾ അപകടകരമായൊരു പ്രവണതയാണ്. ബോംബെയിൽ ഒരു പ്രമുഖ സിനിമാ താരത്തെ ആക്രമിച്ച ആൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിയായിരുന്നു. അദ്ദേഹം ഹിന്ദു നാമധാരിയായി ഒരു ഹോട്ടലിൽ ജോലിയെടുത്തിട്ടാണ് ആക്രമണ കുറ്റം ചെയ്ത് പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് കാര്യം. ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ബംഗ്ലാദേശികൾ കേരളത്തിൽ പ്രത്യേകിച്ചും പെരുമ്പാവൂർ പോലുള്ള സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്ന് രഹസ്യാന്വേഷണ വകുപ്പ് പലതവണ കേരള സർക്കാരിനെ അറിയിച്ചിട്ടും യാതൊരു നടപടികളും എടുക്കാതെ ഇനി അതൊരു വലിയ വിപത്തായി പൊട്ടിത്തെറിയുടെ പക്കത്ത് എത്തുമ്പോഴാണ് മുഖ്യമന്ത്രി ഇന്നത്തെ മാതിരത്തെ പ്രസ്താവനകൾ എടുക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേന്ദ്ര രഹസ്യാന്വേഷണ വകുപ്പ് കേരള ഗവൺമെൻറ്റിന് കൊടുത്ത് വർഷങ്ങളായി. ഇവിടെ താമസിക്കുന്ന പലരും ബംഗ്ലാദേശികളാണ്.
രാജ്യദ്രോഹികളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അവരിൽ നിന്ന് പലപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അവരിൽ പലരും കൊലക്കേസുകളുടെ പ്രതിയാണ്. മറ്റൊരു ഭീകരമായ സാമൂഹ്യ വിപത്താണ് ഈ ബംഗ്ലാദേശികളെന്ന ബംഗാളി കൊണ്ട് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. ഇതേപോലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. അതും ഒരു രാഷ്ട്രീയ കാര്യമായിട്ടാണ് ചില രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നത്. കാരണം റേഷൻ കാർഡ് ഉണ്ടാക്കി അവരെ വോട്ടർമാരാക്കി ആ പാർട്ടിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നൊരു ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ലഹരി മാഫിയ പോലെ തന്നെ ഈ ബംഗ്ലാദേശി മാഫിയ ഇനി ജനങ്ങളുടെ ശ്രദ്ധ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവാന്ന് ആരും ആരോപിക്കേണ്ട. ഇതേപോലെ തന്നെ അപകടകരമായൊരു സ്ഥിതിയാണ് അതും. ഇടതുപക്ഷം ലഹരിപക്ഷമോ എന്ന വലിയ ചോദ്യമാണ് ജനം ഡിബേറ്റ് ഈ 1.5 മണിക്കൂർ ഉയർത്തിയത്. ക്യാമ്പസുകൾ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി മാറുന്ന ഗുരുതരമായ സാഹചര്യം കളമശ്ശേരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ എന്ന ചോദ്യവും ജനം ഡിബേറ്റ് മുന്നോട്ട് വെക്കുകയാണ്. ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ കവചമൊരുക്കുമ്പോൾ ലഹരിമുക്ത ഭാരതം എന്നത് കേരളത്തിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന ചോദ്യവും ജനം ഡിബേറ്റ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.